മാസ് റീഡറാണ് നമ്മൾ ചെയ്യുന്നത്. സ്ത്രീയും വായനയാണ്. അപ്പോൾ നമ്മൾ ജൂഡിത്ത് ഷേക്സ്പിയർ പറഞ്ഞു, കെയ്റ്റ് മില്ലറ്റ്, സിമോൺ ദ ബൂ ഒക്കെ പറഞ്ഞു. ഇനി ഒരു മേജർ ക്രിട്ടിക്കുള്ളത് ജൂഡിത്ത് ഫെറ്റേർലി, FETTERLEY. ജൂഡിത്ത് ഫെറ്റേർലി, FETTERLEY. ഒരു ജൂഡിത്താണത്. അവരുടെ ഫേമസ് ബുക്ക് ദ റെസിസ്റ്റിംഗ് റീഡർ. അമേരിക്കക്കാരിയാണ് കേട്ടോ. അപ്പോൾ ആ റെസിസ്റ്റിംഗ് റീഡറിൽ സ്ത്രീകളുടെ വായനയെപ്പറ്റി അവർ പറയുന്നത് ജൂഡിത്ത് ഫെറ്റേർലി, നിങ്ങൾ പരമ്പരാഗത രീതിയിൽ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ട്രഡീഷണൽ വേയിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഗ്രാജ്വലി, കാരണം ആ ട്രഡീഷണൽ ബുക്സിലുള്ളത് മുഴുവൻ പുരുഷാധിപത്യത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സാണ്. അപ്പോൾ നിങ്ങളത് ക്രിട്ടിക്കൽ അല്ലാതെ വായിക്കുമ്പോൾ, ക്രിട്ടിക്കൽ വായനയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് വായിക്കുക, അതാണ് ക്രിട്ടിക്കൽ റീഡിങ്. ക്വസ്റ്റ്യൻ ചെയ്യാതെ നിങ്ങളത് മുഴുവൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങൾ മനസ്സുകൊണ്ട് പുരുഷനും ശരീരം കൊണ്ട് സ്ത്രീയും, ഉൾക്കൊള്ളുന്നത് മുഴുവൻ പുരുഷാധിപത്യമാണ്. അപ്പോൾ നിങ്ങളൊരു പേട്രിയാർക്കൽ വുമണായിട്ട് മാറും. പുരുഷൻ്റെ ചിന്താഗതി മുഴുവൻ നിങ്ങൾ ഉൾക്കൊള്ളും ചോദ്യം ചെയ്യാത്തപ്പോൾ. അപ്പം മനസ്സുകൊണ്ട് പുരുഷനും ശരീരം കൊണ്ട് സ്ത്രീയും ആയിട്ട് മാറും. അതിനെയാണ് അവർ ഒരു പേര് കൊടുത്തിരിക്കുന്നത്, ഇമ്മാസ്കുലേഷൻ. IMMA സ്ക്യുലേഷൻ, SCULATION. ഇമ്മാസ്കുലേഷൻ അതൊരു പുതിയ ടേമാണ്, ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്കാണ്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ടുള്ള വാക്ക് ഇമാസ്കുലേഷൻ. ഞാൻ നേരത്തെ ആ വാക്ക് ഉപയോഗിച്ചു, അതായത് പെണ്ണിനെ പോലെ പെരുമാറുന്ന ആണ് ഇമാസ്കുലേഷൻ. EMA ആണത്. ഇത് IMMA, ഇമ്മാസ്കുലേഷൻ, അതായത് ആണിനെ പോലെ ചിന്തിക്കുന്ന പെണ്ണ്, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ട്രഡീഷണൽ വായനേൻ്റെ ഒരു കുഴപ്പം, നിങ്ങൾ റിവിഷണറി റീഡിങ് ചെയ്യുന്നില്ലെങ്കിൽ, റീഡിങ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ചിന്താഗതി മുഴുവൻ, നിങ്ങൾ പെണ്ണാണെങ്കിലും പുരുഷാധിപത്യ ചിന്താഗതി ആയിരിക്കും. കാരണം അതാണ് നമ്മൾ എടുക്കുന്നത് ഈ റൈറ്റേഴ്സ് എന്ന്, മനസ്സിലായില്ലേ, പഴയ വായനയിൽ. അപ്പോൾ അതിൻ്റെ സ്വാഭാവിക പരിണാമമായിട്ട് അവർ പറയുന്നത്, കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധമില്ലാണ്ടാവും. ആണിൻ്റെ ചിന്തയും പെണ്ണിൻ്റെ ശരീരവും വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ തന്നെ ഏലിയനേറ്റഡ് ആയി പോവും. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ സെൽഫിൽ വരുമ്പോൾ അതിൻ്റെ പേരാണ് സ്കിറ്റ്സോഫ്രേനിയ. സ്കിറ്റ്സോഫ്രേനിയ എന്ന് പറഞ്ഞാൽ SCHIZO, നല്ലൊരു T അതിൽ പ്രൊനൗൺസിയേഷൻ വരും, സ്കിറ്റ്സോഫ്രേനിയ എന്ന് പറയും. അത് ഡിവൈഡഡ് സെൽഫാണ് അതിലെ പ്രശ്നം, ഡിവിഷനാണ്, സെൽഫിൽ ഡിവിഷൻ വന്ന് പോകുന്നത്. അപ്പോൾ നാച്ചുറൽ എൻഡ് ഓഫ് ഇമാസ്കുലേഷൻ സ്കിറ്റ്സോഫ്രേനിയ എന്നാണ് അവർ പറയുന്നത്. കാരണം അവനവരിൽ നിന്ന് അകന്ന് ഒരു തരം ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ എത്തും. ഇത് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിട്ടിക്കൽ റീഡിങ് നടത്തണം. വായിക്കുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. ഒരു പെണ്ണെന്ന നിലയിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം വായിക്കാൻ. അല്ലാതെ ഈ ആണെഴുത്തുകാരനോ അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള എഴുത്തുകാരിയോ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് പകരം നിങ്ങൾ ചോദ്യം ചോദിക്കണം. അതാണ് റെസിസ്റ്റിംഗ് റീഡർ. റെസിസ്റ്റ് ചെയ്യണം റീഡിങ്ങിൽ. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിൽ യഥാർത്ഥ ആ ഒരു സ്ത്രീയെ പുറത്ത് കൊണ്ടുവരാനും സാക്ഷാത്കരിക്കാനും സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം 2 ടേം, ഒന്ന് ഇമാസ്കുലേഷൻ, വേറൊന്ന് റെസിസ്റ്റൻറ്റ് റീഡിങ്. യു ഹാവ് ടു ബി എ റെസിസ്റ്റിംഗ് റീഡർ. ജൂഡിത്ത് ഫെറ്റേർലിയും ഒരു ലെസ്ബിയൻ ആയിരുന്നു. ചിലപ്പോൾ അതിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വിഷമത്തിൽ നിന്നും വേദനയിൽ നിന്നും ആവാം ഈ ഒരു ഇൻസൈറ്റ്, ഒക്കെ ഒരു ഇൻസൈറ്റാണ്, ഉൾക്കാഴ്ചയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. കാരണം അവർ ഒരു ഉദാഹരണം പറയണം, അമേരിക്കൻ ക്രിട്ടിക്കാണല്ലോ. അമേരിക്കൻ ലിറ്ററേച്ചറിൽ പൊതുവേ നമ്മൾ ആണുങ്ങൾ എഴുതിയ ലിറ്ററേച്ചറിൽ പൊതുവെ വാഷിങ്ടൺ ഇർവിങ് ആയാലും ഹെമിംഗ്വേ ആയാലും മാർക്ക് ട്വെയിൻ ആയാലും ഒക്കെ നമ്മൾ കാണുന്നത് പെണ്ണുങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആണുങ്ങളെയാണ്. പെണ്ണുങ്ങളുമായിട്ട് അധികകാലം കഴിയാൻ പറ്റാത്ത ആണുങ്ങളെയാണ്. ഹക്കിൾബറി ഫെന്നിൻ്റെ ലോകത്തൊന്നും പെണ്ണേ ഇല്ല. ഹക്കിൾബറി, ടോം സോയറൊക്കെ അറിയാമല്ലോ, ഹക്കിൾബറി ഫിന്നൊക്കെ.
പിന്നെ വാഷിങ്ടൺ ഇർവിങ്ങിൻ്റെ കഥ റിപ്പ് ആൻഡ് വിങ്കിൾ എന്ന് പറഞ്ഞ കഥ. റിപ്പ് ആൻഡ് വിങ്കിളിൻ്റെ കുട്ടികൾ വരെ കേൾക്കുന്ന ഒരു കഥയാണ്. കുറേ കാലം ഉറങ്ങിക്കിടന്ന ഒരു മനുഷ്യൻ, അയാളും ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളാണ്. ഭാര്യയെ കുറ്റം ഒരു ഷൂ ആയിട്ടൊക്കെ, ഒരു ചീത്ത സ്ത്രീ ആയിട്ടൊക്കെ, ഒരു വല്ലാത്ത തൻ്റേടിയായിട്ടുള്ള സ്ത്രീയൊക്കെ കാണുന്ന ആളാണ്. പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു പുരുഷനും നല്ല തൻ്റേടിയ ഒരു സ്ത്രീ ആയിട്ടാണ് ഫെമിനിസ്റ്റ് റീഡിങ് അതിനെ കാണാൻ പോകുന്നത്. നേരെ തിരിച്ചിട്ടിട്ടാണ് കാണുന്നത്. പിന്നെ ഹെമിംഗ്വേ ഹീറോസ്. ഹെമിംഗ്വേൻ്റെ ലോകത്തിൽ അതൊരു മാസ്കുലിൻ വേൾഡാണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും. ഹൈപ്പർ മാസ്കുലിനിറ്റി എന്നാണ് ജൂഡിത്ത് ഫെറ്റേളി പറയുന്നത്. ആ മീശ പിരിക്കുന്ന ടൈപ്പാണ്. വേട്ടയാടൽ, യുദ്ധം, അതൊക്കെയാണ് ഹെമിംഗ്വേയുടെ ഇഷ്ട മേഖലകൾ. അതുമല്ല ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മാൻ വുമൻ. ഹെമിംഗ്വേ 4 കല്യാണമൊക്കെ കഴിച്ചത്, അത് അയാളുടെ പേഴ്സണൽ കാര്യം, നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പറയുകയാണ്, ഒരു ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ്. അവസാനം ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്യുക ചെയ്തത് കാണുന്നില്ല നമ്മളതിൽ. സ്ത്രീയായിട്ടുള്ള ഒരു രമ്യതയിലുള്ള ഒരു പോക്കൊന്നും, എങ്ങനെയെങ്കിലും സ്ത്രീയും പുരുഷനും അകന്നിരിക്കും, ഒന്ന് മരണത്തിലൂടെയെങ്കിലും അവരെ അകറ്റിയിരിക്കും നോവലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീക്ക് എഗൻസ്റ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഇഷ്ടം പോലെ ചങ്ങമ്പുഴ അങ്കുശമില്ലാത്ത ചാബല്യമേ അങ്ങനെയെന്ന് വിളിക്കുന്നത് തന്നെ ഞാൻ നോക്കിയല്ലേ പറയണം. ഇതേ കാര്യം തന്നെ ഷേക്സ്പിയർ ഹാംലെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രെയിൽറ്റി ദൈ നെയിംസ് വുമൺ. ഫ്രെയിൽറ്റി, ചാബല്യം തന്നെ, അങ്കുശമില്ലാത്ത ചാബല്യം തന്നെ. ഫ്രെയിൽറ്റി ദൈ നെയിംസ് വുമൺ എന്നാണ് പറയുന്നത്. അത് പറയുന്നതാണെങ്കിൽ വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഹീറോ ആണ് ഹാംലെറ്റ്. ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യൻ. എന്നാലും അവർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ മിസോജിനി, സ്ത്രീയോടുള്ള വെറുപ്പ് വളരെ ക്ലിയറാണ്. ഇത് വായിക്കുന്ന പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും? ഞാൻ ചബലയാണ്, ഞാൻ അബലയാണ് എന്നൊക്കെ നമ്മളും അങ്ങ് ഉൾക്കൊള്ളും. നമുക്ക് ചങ്ങമ്പുഴേനെ ഇഷ്ടമാണ്, നമുക്ക് ഷേക്സ്പിയർ ലോകമഹാകവി. നമ്മൾ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടാവും തന്നെയാണ് സിമോൺ ദ ബൂവർ പറയും. സ്കിറ്റ്സോഫ്രേനിയ, അത് ഞാൻ ആലോചിക്കാറുണ്ട്. പല സ്ത്രീകൾക്കും പ്രായമാകുമ്പോൾ വരുന്ന ഡിപ്രഷനൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ മെൻസസ് കഴിയുന്നവരെ നിങ്ങളെ പുരുഷ സമൂഹത്തിന് ആവശ്യമുണ്ട്. കുട്ടിയുണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഹോർമോൺസൊക്കെ നല്ലതായി ഇരിക്കുമ്പോൾ പിന്നെ അവരുടെ സൗന്ദര്യ സങ്കല്പം യൂത്ത്ഫുൾ ആയിരിക്കണം, ഇപ്പം മെലിഞ്ഞിരിക്കണം, അതായിരിക്കണം, വെളുത്തിരിക്കണം, അല്ലേ, നീണ്ട മുടി. അതിപ്പം മാറിയിട്ടോ എനിക്കറിയില്ല, ബോബ് ചെയ്ത മുടിയാണോ എന്നറിയില്ല. എന്തായാലും സങ്കല്പങ്ങളുണ്ട്. അപ്പം മെൻസസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ വളർന്നൊരു സ്ത്രീക്ക് തോന്നും, എൻ്റെ ജീവിതം അർത്ഥമില്ലാണ്ട്, കുട്ടികളൊക്കെ വളർന്നിട്ട് പോയി, ഭർത്താവിന് എന്നിൽ താല്പര്യം കുറഞ്ഞിരിക്കുന്നു, മെൻസസ് നിന്നതോടെ ഞാൻ സ്ത്രീ അല്ലാതായി എന്നൊക്കെയാണ് ചിന്ത വരിക. അപ്പോൾ നാച്ചുറലി അത് ഒറ്റപ്പെടലിലേക്കും ഡിപ്രഷനിലേക്കും നയിക്കും. ഇതിനൊക്കെ എന്താണ് ഒരു മറുമരുന്ന്? ആ പുരുഷാധിപത്യത്തിലെ സ്ത്രീ എന്നുള്ളതെന്ന് നമ്മൾ മാറണം. ഇപ്പോഴേ തുടങ്ങണം നിങ്ങളൊക്കെ പണി. നിങ്ങളെന്താണോ അതായിരിക്കാൻ. അത് മരണം വരെ നമുക്ക് അങ്ങനെ ആയിരിക്കാം. ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ, എനിക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയുന്നത്, മരണം വരെ നിങ്ങൾക്ക് ജീവിതമുണ്ട് ഒരു പുരുഷനെ പോലെ തന്നെയാണ്. ഇല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതം മെനോപോസോടെ അവസാനിക്കുന്നതായിട്ടാണ് ട്രഡീഷണലി നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, നിങ്ങളിൽ വേറെ എന്തൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്, എന്തൊക്കെ കഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട് മെനോപോസ് ആയി കഴിഞ്ഞാലും. അതൊക്കെ വളർത്തിയെടുക്കണം. മരണം വരെ നിങ്ങൾക്ക്, ലാസ്റ്റ് മിനിറ്റ് വരെ വുമൺ ഹാസ് വർത്ത്, ഷീ ഹാസ് മീനിങ്, ഷീ ക്യാൻ ലീഡ് എ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നാണ് ഫെമിനിസം പഠിപ്പിക്കുന്നത്. അത് ഒരു പേട്രിയാക്കി നിങ്ങളോട് ഒരു കാലത്തും പറഞ്ഞിട്ട് വിലയിടിച്ച് അവസാനം ഒരു ക്രോൺ, ആർക്കും വേണ്ടാത്ത ഒരു വൃദ്ധയായിട്ട് നിങ്ങളെ ചവറ്റുകൊട്ടയിൽ ഇടുന്ന ഒരു ചിന്താഗതി. അത് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളതും സമൂഹം നമ്മളോട് പറയാതെ പറയുന്നതും. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള, ഈവൻ സൈക്കോളജിക്കലി വളരെ നല്ലതാണ്, ഒരു നല്ല ടോണിക്കാണിത്. ഒരു ഡോസ് റെസിസ്റ്റൻ്റ് റീഡിങ് നമ്മൾ എടുക്കണം. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. വായിക്കുന്നതോ കാണുന്നതോ സിനിമയൊന്നും, ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ വരുന്നു, പിന്നെ പറയാം. അപ്പോൾ ഇതാണ് എനിക്കൊന്ന് ക്ലിയറായി തോന്നൂല്ലേ ആ കോൺസെപ്റ്റ്. ഇമ്മാസ്കുലേഷൻ, ആണിനെ പോലെ ചിന്തിക്കുന്ന പെണ്ണാവും. അതിന്ന് പുറത്ത് വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, റെസിസ്റ്റൻ്റ് റീഡിങ്. അപ്പോൾ ഫെറ്റേളി അത്രയും മതി. ഇനി നമ്മൾക്ക് ഷോവോൾട്ടർ, ഏറ്റവും പ്രധാന സെൻട്രൽ ക്രിട്ടിക്, മനുഷ്യന് മനസ്സിലാവുന്ന ക്രിട്ടിക്. ഫ്രഞ്ച് ഫെമിനിസമൊക്കെ വളരെ ഹൈലി തിയറട്ടിക്കലൊക്കെയാണ്. ഇത് അമേരിക്കൻ ഫെമിനിസമാണ്. എലൈൻ ഷോവോൾട്ടർ, ELAINE. പക്ഷെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന, ഫെമിനിസത്തിലെ റീഡിങ്ങിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കാണ്. ആദ്യകാലത്ത് ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിട്ടിക്കുമാണ് എലൈൻ ഷോവോൾട്ടർ. അപ്പോൾ അവർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഈ വിഭജനം വളരെ ഫേമസ് ആണ് കേട്ടോ. ഷോവോൾട്ടർ അവരുടെ ഒരു 1979 എസ്സേ ഉണ്ട്, ഒരു എസ്സേ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറഞ്ഞു.
ടുവേർഡ്സ് ആ കോപ്പിയൊക്കെ സുനിത എന്തായാലും സംഘടിപ്പിച്ച് വായിക്കേണ്ടതാണ്, അതിലെല്ലാം ഉണ്ട്. ഞാൻ എക്സാക്ട് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരുന്നാലും ടുവേർഡ്സ് എഫ് അത് എസ് ആയിട്ട് കിട്ടും. ടുവേർഡ്സ് എ എവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി, ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് 1979. അപ്പോൾ അതിൽ അവർ വിഭജിക്കുന്നത് വായനയായതുകൊണ്ടാണ് ഇത് പറയുന്ന ഫെമിനിസ്റ്റ് രണ്ട് തരം ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. ഇന്ന് നമ്മൾ അതിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ പറയാറുള്ളൂ. പക്ഷെ ആദ്യകാലത്ത് അതിനൊരു ഡിവിഷൻ ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക്, CRITIQUE, ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് ആൻഡ് ഗൈനോക്രിറ്റിക്സ്. അതിനെ ഗൈനോക്രിറ്റിസിസം എന്നാക്കി മാറ്റി പിന്നീട്, അത് കുറച്ചുകൂടി പരിചയം തോന്നുന്നതുകൊണ്ടായിരിക്കാം ഗൈനോക്രിറ്റിക്സ് എന്നാണ് അവരുപയോഗിച്ച വാക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന്, ഇപ്പം ഞാൻ പറഞ്ഞ ആ വായന റെസിസ്റ്റൻ്റ് റീഡിങ് പറഞ്ഞില്ലേ ജൂഡിത്ത് ഫെറ്റളി, അത് തന്നെയാണ് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക്. അതിൽ അവരുടെ ഡെഫിനിഷൻ ഞാനൊന്ന് വായിക്കാം. വുമൺ ആസ് കൺസ്യൂമർ ഓഫ് മെയിൽ പ്രൊഡ്യൂസ് ലിറ്ററേച്ചർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട, ആണുങ്ങളെ കൃതികളാണ് ഇവിടെ നമ്മൾ പെണ്ണുങ്ങളെയല്ല പുനരാലോചനയ്ക്ക് വിധേയമാണ്. വുമൺ ആസ് കൺസ്യൂമർ ഓഫ് മെയിൽ പ്രൊഡ്യൂസ്, ആ മെയിൽ പ്രൊഡ്യൂസ് ലിറ്ററേച്ചറിന് നമ്മൾ ആൻഡ്രോ ടെക്സ്റ്റ് എന്ന് പറയാം. പെണ്ണുങ്ങൾ എഴുതിയത് ഗൈനോ ടെക്സ്റ്റ് എന്നും ആണുങ്ങൾ എഴുതിയതിന് ആൻഡ്രോ ടെക്സ്റ്റ് എന്നും പറയാം. ആൻഡ്രോ ആണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആൻഡ്രോ ടെക്സ്റ്റാണ് വായിക്കുന്നത്, സ്ത്രീകൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് നടത്തണം എന്നുള്ളതിന് അതിൻ്റെ സബ്ജക്ട്സ്, ഈ ഫെമിനിസ്റ്റ് ക്രിട്ടീക്കിൻ്റെ കീഴിൽ വരുന്ന വിഷയങ്ങൾ. ഒന്ന്, ദ ഇമേജസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ. സ്ത്രീയെ എങ്ങനെ ഒരു നോവലോ കവിതയോ പ്രസൻറ്റ് ചെയ്യുന്നു, ഇമേജസ് ഓഫ് വിമൻ ക്രിറ്റിസിസം എന്ന് പറയും. സ്ത്രീയെ എങ്ങനെയാണ്, ഇപ്പോൾ പൂമുഖവാതിൽക്കൽ നമ്മൾ പറഞ്ഞു ആ പാട്ടിൽ സ്ത്രീയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുക, ഇമേജ് ഓഫ് വുമൺ എന്താണ്, അത് സ്റ്റീരിയോ ടൈപ്പാണ് നമ്മൾക്കറിയാം. വാർപ്പ് മാതൃകകളാണ്, ഐഡിയൽ മദർ, ഐഡിയൽ വൈഫ്. അത് നമുക്കറിയാം. പൂമുഖവാതിൽക്കൽ വൈകുന്നേരം ചെന്ന് നിൽക്കുന്ന ദിവസം മുഴുവൻ പണിയെടുത്ത് വേർത്ത് കുളിച്ചിട്ടായിരിക്കും, കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോൾ പൂവുമില്ല ചന്ദ്രനുമില്ല ഒന്നും, അവിടെ ദുർഗന്ധമായിരിക്കും, വിയർപ്പിൻ്റെ ഗന്ധമായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ക്രിട്ടിസൈസ്, ഇമേജസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്, ദ ഒമിഷൻസ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് വിമൻ ഇൻ ക്രിറ്റിസിസം. ഒമിഷൻ, സ്ത്രീയെ വായിക്കാതെ ഇരിക്കുക. വളരെ പുച്ഛമാണ് സ്ത്രീകളുടെ എഴുത്തിനോട്, എന്തൊരു സ്റ്റാൻഡേർഡില്ലാത്ത നിലവാരമില്ലാത്ത എഴുത്തുന്ന പണ്ട് കാലത്ത് പ്രത്യേകിച്ചും, ഇപ്പം മാറി വരുന്നുണ്ട്. ഒമിഷൻസ് ആൻഡ് മിസ്കൺസെപ്ഷൻ. ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മളെ മലയാളത്തിലുള്ളത് ബാലാമണി അമ്മയെ മാതൃത്വത്തിൻ്റെ കവയിത്രിയാക്കി അങ്ങ് ചുരുക്കി. അവർ വേറെ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്, പലതും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അമ്മ മാത്രമേ കാണുന്നുള്ളൂ ബാലാമണി അമ്മയിൽ. അതൊരു മിസ്കൺസെപ്ഷനാണ്. ബാലാമണി അമ്മ മാതൃത്വത്തിൻ്റെ കവി മാത്രമാണെന്ന് ഉണ്ടാവാം, അമ്മയെപ്പറ്റി കവിത എഴുതിയിട്ടുണ്ട്, പക്ഷെ വേറെ പല വിഷയങ്ങളും അവർ തൊട്ടിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ ഫെമിനിസ്റ്റ് തീംസൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് വിമൻ ഇൻ കിട്ടും. അതിലേക്ക് സ്ത്രീ വിദ്വേഷം, അതും അങ്ങനെ തന്നെയാണ്. പുരുഷ വിദ്വേഷം. അപ്പോൾ സരസ്വതി അമ്മയിൽ അത് മിസ്കൺസെപ്ഷനാണ്. അവർ പുരുഷന്മാരെ വെറുത്തിട്ടൊന്നുമല്ല അങ്ങനെ എഴുതിയത്, അവർ സ്ത്രീയുടെ അവകാശങ്ങളെപ്പറ്റി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അതാണ് വേറൊന്ന്, സ്ത്രീയെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പുരുഷനെ വെറുക്കുന്നവരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്, അതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് തിരഞ്ഞാൽ കിട്ടും. പിന്നെ ഫിഷേഴ്സ്, അടുത്ത സബ്ജക്റ്റ് ഫിഷേഴ്സ് ഇൻ മെയിൽ കൺസ്ട്രക്റ്റഡ് ലിറ്റററി ഹിസ്റ്ററി. ഫിഷേഴ്സ്, ഗ്യാപ്സ് ഉണ്ടാവും. അതായത് ചില വിമൻ റൈറ്റേഴ്സിനെ നമ്മൾ കാണുകയാണെങ്കിൽ കുറച്ച് നേരം കാണും, പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ 4 പേജ് എഴുതേണ്ട അടുത്ത് ഒരു പാരഗ്രാഫേ അവരെ പറ്റി ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസിക് എക്സാമ്പിൾ ബ്രൗണിങ്, റോബർട്ട് ബ്രൗണിങ്, വിക്ടോറിയൻ പോയിറ്റിനെ പറ്റി, മൈ ലാസ്റ്റ് ഡച്ചസ് ഒക്കെ എഴുതിയ കവിയെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിനൊരു വൈഫുണ്ടായിരുന്നു, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഉഗ്രം കവയിത്രിയാണ്, ഒന്നാം തരം കവയിത്രിയാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് ഞാൻ ഇപ്പോഴും ബെഡ് സൈഡിൽ വെച്ച് വായിക്കുന്ന കവിതകളാണ്. അപ്പോൾ അവർ ചരിത്രം എടുത്ത് നോക്കിയാൽ ആദ്യകാലത്ത്, ഇപ്പൊക്കെ മാറി ഫെമിനിസം വന്നേ പിന്നെ, അവരെ പറ്റി ഒരു പാരഗ്രാഫേ ചരിത്രത്തിൽ ഉണ്ടാവും. ബ്രൗണിങ്ങിനെ പറ്റി കുറേ പേജസ് തന്നെ ഉണ്ടാവും. രണ്ടും ടാലൻറ്റഡ് ആണ്. ബ്രൗണിങ്ങും മോശമൊന്നായിരുന്നില്ല, പക്ഷേ മെയിലിന് എന്തായാലും അപ്പർ ഹാൻഡാണ്. സ്ത്രീ അത്ര മതി, ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫ് സ്ത്രീയെ പറ്റി. അപ്പോൾ സരസ്വതി അമ്മ അതിൽപ്പെടും, കൊണ്ടാടപ്പെട്ടിട്ടേ ഇല്ല. അവരെ ജീവിതകാലത്ത് കുറച്ച് പേരെ അവർ ആസ്വദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്
അപ്പോൾ ഫിഷേഴ്സിൻ. പിന്നെ കെയ്റ്റ് ചോപ്പിൻ എന്ന് പറഞ്ഞ MT ആണ് ആദ്യമായിട്ട് അവരെ മലയാളത്തിന് പരിചയപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. ദി എവെയ്ക്കണിങ്, അത് ഫെമിനിസ്റ്റ് എവെയ്ക്കണിങ്ങിനെ പറ്റിയുള്ള ഒരു നോവലാണ്. ദി എവെയ്ക്കണിങ് 1900 എഴുതിയതാണ്, 1900. അപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റാണ് ശരിക്കും അത് നോവലിൽ. ദി എവെയ്ക്കണിങ് ഒരു സ്ത്രീയുടെ പേട്രിയാക്കിയിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു വളർച്ചയുടെ ഗ്രാഫാണ് അതിൽ കാണിക്കുന്നത്. അവർ ആ എവെയ്ക്കണിങ്, ട്രഡീഷണൽ വുമൺഹുഡ് എന്നുള്ള അവരുടെ ഒരു ഉണരൽ, അവരൊരു പുതിയ സ്ത്രീയായി മാറും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ക്രിട്ടിക്സ് അവഗണിച്ചത്. കാരണം പേട്രിയാക്കൽ ക്രിട്ടിക്സാണ്, അവർക്ക് ഈ വിഷയം തീരെ പിടിച്ചിട്ടില്ല. ആൻറ്റി മെയിലൊക്കെ ആയിട്ടാണ് അവരതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിനെതിരായിട്ടുള്ളൊരു കൃതി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു. അവരെ പറ്റി ചരിത്രത്തിലൊന്നും അധികം അക്കാലത്ത്, ഇന്നിപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ചെറുകഥകളും നോവലും ഒക്കെ. അപ്പോൾ ഫിഷ് വൈഫ്, ചന്ദ്രമതി ഇപ്പോൾ ഒരു നോവലും എഴുതിയിട്ടുണ്ട് അല്ലേ, സോഫിയ. അങ്ങനെ ഒരുപാടുണ്ട് വൈഫ്. ഇത് D.H. ലോറൻസിൻ്റെ വൈഫ് ഫ്രീഡ. അതുപോലെയൊക്കെ നിഗ്ലക്റ്റഡ് വൈഫ്സ്, ടാലൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ എഴുതാൻ പറ്റിയില്ല. വേർഡ്സ്വർത്തിൻ്റെ ഡോറത്തിയൊക്കെ ക്ലാസ്സിക്. വേർഡ്സ്വർത്ത് അവർ ഐഡിയസിനെടുത്ത് കവിത എഴുതിയിട്ടുണ്ട്, എന്നാലും എക്നോളജ് ചെയ്യില്ല. അവസാനം അവർ ഭ്രാന്തിലാണ് അവസാനിച്ചത്. അത് ഇതുകൊണ്ടാണ്, ഉള്ളിലെ സംഘർഷം, കഴിവ് പുറത്തെടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കാരണം. അപ്പോൾ ഫിഷേഴ്സ് ആൻഡ് മെയിൽ കൺസ്ട്രക്റ്റ്. അപ്പോൾ അതിന് വിപരീതമായിട്ട്, അതിനെതിരായിട്ട് ഇപ്പം നമ്മളെ എഴുത്തുകാർ, ഗീതയൊക്കെ എഴുത്തമ്മമാർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ദേവികയുടെ ഹേർ സെൽഫ്, പഴയകാല എഴുത്തുകാരെ പറ്റി, സ്ത്രീ എഴുത്തുകാരികളെ പറ്റിയുള്ള പുസ്തകമൊക്കെ ഉണ്ട്. അതൊക്കെ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൽ കീഴ വരും. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഇതിപ്പോൾ ലിറ്ററേച്ചറിൽ മാത്രം ഒതുങ്ങുന്നില്ല ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക്. നിങ്ങൾക്ക് എന്തും ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിലൂടെ വായിക്കാം. സിനിമ വായിക്കാം, അഡ്വർടൈസ്മെൻറ്റ്സ് വായിക്കാം, ഫാഷൻ വായിക്കാം, ഒക്കെ ഈ ക്രിട്ടിക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ സിനിമ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഫീമെയിൽ ഓഡിയൻസ് ഇൻ പോപ്പുലർ കൾച്ചർ ആൻഡ് ഫിലിം. ക്ലാസിക് എക്സാമ്പിൾ മണിച്ചിത്രത്താഴാണ്. എനിക്ക് പ്രിയപ്പെട്ട ഒരു എക്സാമ്പിൾ അതാണ്. മണിച്ചിത്രത്താഴിലെ 2 തരം സ്ത്രീകളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ബുദ്ധി കൂടിയ ആത്മാവുള്ള സ്ത്രീ ഭ്രാന്തിയാണ്. ശോഭന മറ്റേ വളരെ ഡോസൈലായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയുന്ന പെണ്ണിനെയാണ് സിനിമ മൊത്തം കൊണ്ടാടുന്നത്. അവസാനം അവളെ പോലെ ആക്കി മാറ്റി ശോഭനയെ എന്നിട്ടേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വിടമാട്ടേ എന്നുള്ള ആ ചോദ്യം തന്നെ ഒരു ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? വിടില്ലേ നിങ്ങൾ, എനിക്ക് വിടാൻ അനുവാദം വേണ്ട എനിക്ക് എന്നാണ് ആ കണ്ണുരുട്ടി പറയുന്നത്. അതൊരു റിബല്യനാണ്. പക്ഷെ ആ റിബല്യൻ, ഫെമിനിസ്റ്റ് റിബല്യനെ ഭ്രാന്തായിട്ടാണ്. ഭ്രാന്തെന്ന സൂറേൻ്റെ കഥ ഒരുപാട് അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്. റിബല് ചെയ്യുന്ന പെണ്ണിനെ എന്തോ വട്ടായിട്ട് ഭ്രാന്തായിട്ട് കണക്കാക്കുന്ന പഴയ രീതിയാണ്. ഇപ്പോൾ ഒന്നും ആരും അതൊന്നും സ്വീകരിക്കുന്നില്ല. മണിച്ചിത്രത്താഴ് ശരിക്കും അതിലേക്ക് വരുന്നുണ്ട്. മാഡ് വുമൺ ഇന്ത്യ. ഏതാ? ഉണ്ട്. അതെ വരുന്ന രണ്ട് എക്സ്ട്രീംസ് ആയിട്ടായിരിക്കും. അതാണ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മാത്രമല്ല ഡിവൈഡഡ് റൂൾ എന്നും പറയും. പെണ്ണുങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പരിപാടിയും കൂടെയാണ്. പിന്നെ ടൈംഡായിട്ട് മാറും. അതാണ് അതാണ് സ്നേഹത്തിനുള്ള പ്രീ കണ്ടീഷനാണ് അടിമയായിരിക്കുക എന്നുള്ളത്. അപ്പോൾ സിനിമ, ഏത് സിനിമയും ഇപ്പോൾ ലീല എന്ന് പറഞ്ഞ ഉണ്ണിയാറിൻ്റെ ഒരു ഒരു ഫെമിനിസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ കൊട്ടിക്കോഴി, അതിൽ ഫെമിനിസം തൊട്ട് തെറിച്ചിട്ടില്ല. ആൻറ്റി വിമനാണ്. രഞ്ജിത്തും ഉണ്ണിയാറും കൂടെ കൊണ്ടുവന്ന പടം. പിന്നീട് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് ഉണ്ണിയാർ എന്തോ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. വലിയ ഫെമിനിസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടു, എനിക്കതിൽ ഒരു ഫെമിനിസവും കാണാൻ പറ്റിയിട്ടില്ല. സ്ത്രീക്കെതിരായിട്ടുള്ളൊരു മൂവി തന്നെ ലീല എന്ന് പറഞ്ഞൊരു, അത് അധികം ഓടിയിട്ടൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ അങ്ങനെ. പിന്നെ അനാലിസിസ് ഓഫ് വുമൺ ആസ് സൈൻ ആൻഡ് സെമിയോട്ടിക് സിസ്റ്റം. സെമിയോട്ടിക് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ ആഡ്സ് ആവാം, ചിഹ്ന വ്യവസ്ഥ എന്ന് പറയില്ല, സെമിയോട്ടിക് സയൻസ്. അപ്പോൾ അത് സൈൻ ലാംഗ്വേജ്, വിഷ്വൽ ലാംഗ്വേജ്, ആഡ് ആവാം, സിനിമയാവാം, ഫാഷൻ ആവാം. അങ്ങനെ ഓരോ മേഖലകൾ, ചിഹ്ന വ്യവസ്ഥകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻറ്റ് റീഡിങ്ങിലും ഒക്കെ ഉപയോഗിക്കാം. നല്ലൊരു ടൂളാണ്. നമ്മളിപ്പോൾ അധികം ചെയ്യുന്ന ക്രിറ്റിസിസം ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ് മലയാളത്തിൽ ഇപ്പോഴും നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു മെത്തേഡ് ഓഫ് റീഡിംഗ് ആണ് ഗൈനോക്രിറ്റിക്സ്. അപ്പോൾ ഷോൾട്ടർ പറയുന്നത്, ഞാനിതിനെ ജോജിക്സ്, കാരണം അത് വുമൺ ആസ് റൈറ്ററാണ്. മറ്റേതിൽ വുമൺ ആസ് റീഡറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത് വുമൺ ആസ് റൈറ്റർ.
അപ്പോൾ അതായത് ഇവിടെ ക്രിട്ടിക്ക് ചെയ്യുന്നത് സ്ത്രീ എഴുത്തുകാരെ വായിക്കുന്നത്, മറ്റേലും മെയിൽ എഴുത്തുകാരെയാണല്ലോ വായിക്കുന്നത്, ഇവിടെ സ്ത്രീ എഴുത്തുകാരെ. അപ്പോൾ അവർ പറയണു ഞാനതിന് ജോജിക്സ് എന്ന് പേരിടാൻ വിചാരിച്ചിരുന്നു ആദ്യം. കാരണം ആദ്യകാല സ്ത്രീ സാഹിത്യം ഇംഗ്ലീഷിലൊക്കെ എല്ലാവരും പെന്നെയിമാണ് ഉപയോഗിച്ചത്. സ്വയം ആളായിട്ട് പുറത്തു വരാൻ മടി, താനായിട്ട് പുറത്തു വരാൻ മടി പെന്നെയും ഒരു തൂലിക നാമത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കും. ഏറ്റവും പോപ്പുലർ 130 ആൾക്കാർ ജോർജ് എന്നുള്ള പേര് എടുത്തിരുന്നു തൂലിക നാമമായിട്ട്. അതുകൊണ്ട് ഇതിന് ഞാൻ ജോജിക്സ് എന്ന് പേരിട്ടാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഫ്രഞ്ച് എന്നാണ് ലാ ഗൈനോ ക്രിട്ടീക്ക് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതിൻ്റെ അകത്തുനിന്നാണ് ഗൈനോ ക്രിട്ടിക്സ് എന്നുള്ള വാക്ക്. അതൊന്ന് വന്നുകൊണ്ടായിരിക്കണം ആ ക്രിട്ടിക്സ് എന്നുള്ള പദം, ഇല്ലേ ക്രിറ്റിസിസം എന്നാണ് പിന്നീട് എല്ലാവരും സിംപ്ലിഫൈ ചെയ്ത് വിളിക്കുന്നത്, ഗൈനോ ക്രിട്ടിക്സ്. അപ്പോൾ വുമൺ ആസ് റൈറ്റർ, വുമൺ ആസ് ദ പ്രൊഡ്യൂസർ ഓഫ് ടെക്സ്ച്വൽ മീനിങ്, പ്രൊഡ്യൂസർ വുമൺ എഴുതുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹിസ്റ്ററി ഓഫ് വിമൻസ് റൈറ്റിംഗ്, തീംസ് ഓഫ് വിമൻസ് റൈറ്റിംഗ്, ജാനേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ബൈ വിമൻ. ഈ ജാനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോവൽ ഒരു ജാനറാണ്, ജാങ്ങർ എന്നാണ് ശരിക്കും ഇംഗ്ലീഷ് പറയാം, കവിത ഒരു ഇതാണ്, നാടകം വേറൊരു അതാണ്. അതിനെന്താ മലയാളം പറയുക? ജാങ്ങർ, ജനുസ്, ജനുസുകളെ പറ്റിയാണ്. അപ്പോൾ അത് ശരിക്കും വെർജീനിയ വൂൾഫ് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. വെർജീനിയ വൂൾഫ് റൂം ഓഫ് അൺസോണിൽ പറയുന്നുണ്ട് നോവൽ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടൊരു മാധ്യമമായിരുന്നു. നോവൽ വളരെ വൈകിയുണ്ടായൊരു ഫോമാണ്, ലിറ്റററി ഫോമാണ്. സ്ത്രീകൾ അത് ചാടി പിടിച്ചു അങ്ങനെ ഒരു ഫോം വന്നപ്പോൾ. അതിന് 2-3 അതാണ് ജാങ്ങർ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അത് കേട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ, ഒന്ന് യു ക്യാൻ ഇൻ്ററപ്റ്റ് ദ റൈറ്റിംഗ് ഓഫ് ദ നോവൽ. സ്ത്രീക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജയമോഹനൊക്കെ പറയേണ്ട ദിവസങ്ങളോളം മൂത്രമൊഴിക്കാൻ പോലും പോവാതെ ഇരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് നോവൽ. സ്ത്രീക്ക് നമുക്കറിയാം ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ നോവലിനുള്ളൊരു ഗുണം മുറിച്ച് എഴുതാം, ചാപ്റ്റേഴ്സായിട്ട് മുറിച്ച്. ഇന്നൊരു ചാപ്റ്റർ എഴുതി നാളെ എനിക്ക് ഫ്രീ ആകുമ്പോൾ വന്ന 2ാമത്തെ ചാപ്റ്റർ എഴുതാമെന്നുള്ളൊരു സൗകര്യം. പിന്നെ വേറൊന്ന് നോവലിൻ്റെ ആ വേർഡിൻ്റെ അർത്ഥം ന്യൂ എന്നാണ്. ഇറ്റ്സ് എ ന്യൂ ഫോം. അന്ന് 19th സെഞ്ച്വറിയിലെ കാര്യം പറയണം. അപ്പോൾ ന്യൂ ഫോം ആകുമ്പോൾ വലിയൊരു ട്രഡീഷനില്ല. ആണുങ്ങളൊക്കെ എഴുതി മാസ്റ്റേഴ്സായൊരു മേഖലയൊന്നുമല്ല, ഭയങ്കര ട്രഡീഷൻ ഉള്ളപ്പോൾ നമുക്ക് പേന എടുക്കാൻ പേടി തോന്നും. അയ്യോ ടോൾസ്റ്റോയ് ഉണ്ടായിരുന്നു, അയ്യോ കുമാരനാശൻ ഉണ്ടായിരുന്നു, ഞാനെങ്ങനെ എഴുതും, എന്തെഴുതും, അങ്ങനെ ഒരു ട്രഡീഷൻ്റെ ഭയം ആവശ്യമുണ്ടായിരുന്നില്ല നോവൽ ന്യൂ ഫോം ആയതുകൊണ്ട്. വേറൊന്ന്, അക്കാലത്ത് പൈസയ്ക്ക് ആവശ്യമുണ്ട്, സ്ത്രീകൾക്ക് ജോലി കൂലിയൊന്നും ഇല്ല. അപ്പോൾ ഒരു പോക്കറ്റ് മണി, പിൻ മണി എന്നൊക്കെയാണ് പറയുക. അന്ന് നോവലിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. അച്ചടി വന്നു, പുസ്തക വായന വ്യാപിച്ചു, ലെഷർ ടൈമിൽ ആൾക്കാർ നോവൽ വായിക്കാൻ തുടങ്ങി, സ്ത്രീകൾ തന്നെ വായിക്കാൻ. അപ്പോൾ പൈസ കിട്ടും, അപ്പോൾ പൈസ ആവശ്യമുണ്ട്. അങ്ങനെ ഈ 3 കാരണങ്ങൾ വെർജീനിയ വൂൾഫ് കോട്ട് ചെയ്യുന്നുണ്ട്. നോവൽ ഇവർക്ക് അങ്ങനെയാണ് നമ്മൾ ഒരു ജാങ്ങർ ക്രിറ്റിസിസം ചെയ്യുന്നത്. അതിനെ എടുത്തിട്ട് അതിനെ സ്ത്രീകൾ എങ്ങനെ സമീപിച്ചു എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ജാങ്ങേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ബൈ, അന്നേരം നമ്മൾ സ്ത്രീകളെ പഠിക്കുക, അതിൻ്റെ വിവിധ വശങ്ങൾ. അതിൻ്റെ സബ്ജക്ട്സ് സൈക്കോ ഡൈനമിക്സ് ഓഫ് ഫീമെയിൽ ക്രിയേറ്റിവിറ്റി, ഡൈനമിക്സ്, മാനസികമായ ബലതന്ത്രം എന്നാണെന്ന് പറയുക. അതാണ് അതായത് മനസ്സിൽ എന്ത് സംഭവിക്കുന്നു, ഒരു എഴുത്തുകാരിയുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് സുനിത നേരത്തെ പറഞ്ഞ ബുക്ക് ദ മാഡ് വുമൺ ഇൻ ദി ആറ്റിക്, അല്ലെങ്കിൽ നമ്മൾ ബൈ സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സ്യൂസൻ ഗ്യുബാർ, 2 എഴുത്തുകാരികൾ, സാൻഡ്ര ഗിൽബർട്ടും സ്യൂസൻ ഗ്യുബാറും. എന്താണ് ആ മാഡ് വുമൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അത് പഠിക്കുന്ന സ്ത്രീയുടെ മനഃശാസ്ത്രം തന്നെയാണ്. പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ദ പ്രോബ്ലം ഓഫ് ഫീമെയിൽ ലാംഗ്വേജ്. കന്യകയ്ക്ക് പുല്ലിംഗം ഉണ്ടോ എന്നുള്ളതൊക്കെ സെറ ജോസഫ് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. പിന്നെ അവളവൾ എന്ന് പറയണതൊക്കെ ഭാഷയിൽ ഫെമിനിസം വരുത്തുന്ന മാറ്റങ്ങളാണ്. കാരണം പുരുഷൻ ഉപയോഗിക്കുന്ന ഭാഷ സ്ത്രീ ഉപയോഗിക്കുമ്പോൾ വേറൊരു ഭാഷയാക്കി തീർക്കണം നമ്മൾ, സ്ത്രീക്ക് യോജിക്കുന്നൊരു ഭാഷയാണ്. അതിന് വെർജീനിയ വൂൾഫ് എക്സാമ്പിൾ പറയുന്ന മെയിൽ സെൻറ്റൻസ് ഫീമെയിൽ സെൻറ്റൻസും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. മെയിൽ സെൻറ്റൻസ്, ദ വെയ്റ്റ് ആൻഡ് പേസ് ഓഫ് എ മെയിൽ സെൻറ്റൻസ് ഒരു സ്ത്രീക്ക് അനുകരിച്ചാൽ ശരിയാവില്ല. അവരെ ജീവിതം വേറെ, അവരെ വായന വേറെ, അവരെഴുതുന്ന പോലെ എഴുതലാവരുത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാൾ ജെയിൻ ഓസ്റ്റൻ ആയിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ഒക്കെ എഴുതി ജെയിൻ ഓസ്റ്റൻ ആയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ജെയിൻ ഓസ്റ്റൻ ക്രിയേറ്റഡ് എ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് സെൻറ്റൻസ് ഫോർ ഹെർസെൽഫ്. വളരെ അവനവനൊക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തുടർന്ന് എഴുതാൻ തോന്നുന്ന തരം വാചകം നമ്മൾ രൂപപ്പെടുത്തണം. ഇല്ലെങ്കിൽ 2 വാചകം എഴുതി അയ്യോ എന്നെ കൊണ്ട് വയ്യാന്നും പറഞ്ഞ് എഴുത്തിട്ടിട്ട് പോകും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന? വലിയ ആണുങ്ങളായിട്ടുള്ള എഴുത്തുകാരുടെ എഴുത്താണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് സാധിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ചെയ്യരുത്. ഡിവൈസ് എ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ.
അപ്പോൾ വേറൊരു ക്രിട്ടിക് പറയുന്നുണ്ട്, ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് പലർക്കും പ്രസംഗിക്കാൻ മടിയാണ്, വിറയ്ക്കും, ഇതാവും, എന്താ ബാക്കിയുള്ളവർ വിചാരിക്കുക, എൻ്റെ അറിവില്ലായ്മ വെളിപ്പെടുന്നൊക്കെയാണ്. അപ്പോൾ അതിൽ ചൂസ് ദ ലാംഗ്വേജ് ദാറ്റ് ലൂസൻസ് യുവർ ടങ്. നിങ്ങളെ കൂടുതൽ പറയാൻ അനുവദിക്കുന്ന ഭാഷ ഏതാണോ അത് സ്വീകരിക്കൂ, അതാണ് നിങ്ങളുടെ ഭാഷ. അല്ലാതെ ആ മനുഷ്യൻ സുകുമാർ അഴീക്കോട് പ്രസംഗിച്ച പോലെ അല്ലെങ്കിൽ മറ്റേയാൾ പ്രസംഗിച്ച പോലെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അഴീക്കോടല്ലല്ലോ, നിങ്ങൾ അഴീക്കോടല്ലല്ലോ. നിങ്ങളായിട്ട് നിന്നിട്ട് നിങ്ങളുടേതായ ഒരു ഭാഷ രൂപീകരിക്കൂ. വാട്ട് എവർ ലാംഗ്വേജ് സൂട്ട്സ് യു, വാട്ട് എവർ ലൂസൻസ് യുവർ ടങ്. നിങ്ങളെ നിശബ്ദയാക്കാതിരിക്കുന്ന ഒരു ഭാഷ നിങ്ങൾ. അപ്പോൾ എഴുത്തിലും അത് സത്യമാണ്, പറച്ചിലും പ്രഭാഷണത്തിലും അത് സത്യം. നമ്മൾക്ക് ചേരുന്ന വേഷങ്ങളല്ലേ, ചേരിച്ച അളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അളവിലല്ലേ നമ്മളിടുന്നത്. അതുപോലെ ഭാഷയിൽ നമ്മൾക്ക് അളവുകളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ അളവുകളായിരിക്കും. അതിന് പറ്റിയ ഒരു വാചകം തയ്ക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ എഴുതാനും കൂടുതൽ പറയാനും പറ്റും. ഇതെപ്പോഴും പേടിയാണ്, ആണുങ്ങളെ പോലെ അവർ കാണില്ലേ, അവർ പരിഹസിക്കില്ലേ, അവരെന്താ വിചാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ലാംഗ്വേജ്, ഹൗ ടു ഡീൽ വിത്ത് ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ ജെയിൻ ഓസ്റ്റൻ ഇങ്ങനൊരു സെൻറ്റൻസ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവർ കമ്പയർ ചെയ്യുന്ന ഷാർലറ്റ് ബ്രോണ്ടി, ജെയിൻ എയർ എഴുതിയ ഷാർലറ്റ് ബ്രോണ്ടി ആയിട്ട് കമ്പയർ ചെയ്യണം. അവർ പറയാം, ഷാർലറ്റ് ബ്രോണ്ടിക്ക് കുറച്ചും കൂടി ജീനിയസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജെയിൻ ഓസ്റ്റനേക്കാളും ബുദ്ധിമതിയും കൂടുതൽ പ്രതിഭയുള്ള ആളുമായിരുന്നു. പക്ഷേ അവരൊരു മെയിൽ സെൻറ്റൻസിൻ്റെ മോഡലിലാണ് എഴുതിയത്, അതിനെ അനുകരിച്ചാണ് എഴുതിയത്. അത് കാരണം ജെയിൻ ഓസ്റ്റൻ പറഞ്ഞ അത്രയും പറയാൻ അവർക്ക് പറ്റിയില്ല. അത്രയും നല്ല റൈറ്റിംഗ് നടത്താൻ അവരതൊരു ഫ്ലോഡായിട്ട് വിഷമിപ്പിക്കുന്ന കോംപ്ലക്സിറ്റിയും അത്രയും സുന്ദരമായിട്ട് എഴുതാൻ അവർക്ക് കഴിയാത്തതിൻ്റെ ഒരു കാരണം അവർ മെയിലിനെ പോലെ എഴുതാൻ ശ്രമിച്ചു. അപ്പോൾ അതൊരിക്കലും ശ്രമിക്കരുത്. നമ്മൾ നമ്മുടേതായ ലാംഗ്വേജ് ഡിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ദ ട്രജക്ടറി ഓഫ് ദി ഇൻഡിവിജ്വൽ ഓർ കലക്റ്റീവ് ഫീമെയിൽ കരിയർ. ട്രജക്ടറി എന്ന് പറഞ്ഞാൽ വന്ന വഴി, ഗ്രാഫ് അല്ലെങ്കിൽ യാത്രാപഥം ഉണ്ടല്ലോ, അതാണ് ട്രജക്ടറി. ഒരു എഴുത്തുകാരി എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതിന് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സാണ് ഈ പറയുന്നത്. ഐദർ ഇൻഡിവിജ്വൽ ഓർ കലക്റ്റീവ് ഫീമെയിൽ കരിയർ. ഇൻഡിവിജ്വൽ എന്നാൽ ഒരു മാധവിക്കുട്ടിയെ എടുത്ത് പഠിക്കുക, അവരുടെ സാഹിത്യ യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കാം. അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ കാലത്തുള്ള എല്ലാ എഴുത്തുകാരികളെയും കൂട്ടി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ലിറ്റററി ഹിസ്റ്ററി, അത് രണ്ടാമത് എഴുതണം സ്ത്രീകളുടെ സ്റ്റാൻഡ് പോയിന്റ്. പിന്നെ സ്റ്റഡീസ് ഓഫ് പെർട്ടിക്കുലർ റൈറ്റേഴ്സ് ആൻഡ് വർക്ക്സ്. ഓരോ പുസ്തകം എടുത്തിട്ട്, ഇപ്പം ഒരാളുടെ ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾക്ക് പഠിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി വേറെ 2 ക്രിട്ടിക്സ് പറഞ്ഞത് തമാശയുള്ള കാര്യം, ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് ഓൾഡ് ടെസ്റ്റമെൻറ്റും ഗൈനോ ക്രിട്ടിക്സ് ന്യൂ ടെസ്റ്റമെൻറ്റും ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും പോലെയാണ്. പഴയ നിയമത്തിൽ എന്താ, ആരാ അതിലെ ഗോഡ്? യഹോവ അല്ലേ, ജഹോവ. ഒരു തണ്ടറിങ് വോയിസ് ഉള്ള ഒരു പണിഷിങ് ഗോഡാണ്, ശിക്ഷിക്കുന്നൊരു ദൈവമാണ് യഹോവ. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും, ഉറപ്പ്. അപ്പോൾ അതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. നമ്മൾ മെയിൽ ഓതേഴ്സിനെ വായിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചെയ്ത ശരിയല്ല, ആ ചെയ്ത ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഓൾഡ് ടെസ്റ്റമെൻറ്റ് പോലെ. എന്നിട്ട് നിങ്ങൾക്ക് എക്സോഡസ് അറിയാലോ, ബൈബിളിലെ യാത്ര, നീണ്ട യാത്ര ഫ്രം ഈജിപ്റ്റ്, ലാൻഡ് ഓഫ് സ്ലേവറി ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. അപ്പോൾ ഗൈനോ ക്രിട്ടിക്സിലെത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്നേഹത്തോടെ എഴുത്തുകാരികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ക്രൈസ്റ്റിനെ പോലെ അവിടെ ലവും കൈൻഡ്നെസ്സും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ആണ് വർക്ക്, ഗ്രേസാണ് അവിടെ ഉള്ളത്. അപ്പോൾ പ്രോഫിറ്റ്സ് ഈജിപ്തിൽ നിന്നും പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കൊണ്ടുപോയ പോലെ ഈ ക്രിട്ടിക്സ് നമ്മളെ ആ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൽ നിന്ന് ഗൈനോ ക്രിട്ടിക്സിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. അതായത് അടിമത്തത്തിൻ്റെ ലോകത്തിൽ നിന്ന് നമ്മളെ പ്രോമിസ്ഡ് ലാൻഡ്, പാലും തേനും ഒഴുകുന്ന നാട്, ഒരു ഫെമിനിസ്റ്റ് വിഷനിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വായനയെ പറ്റി പറഞ്ഞിട്ട് റൈറ്ററിലേക്ക് പോകാം. വുമൺ ആസ് റൈറ്റർ, 3rd പാർട്ട് കേട്ടോ. അത് സ്കാറ്റേഡ്, കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റിയുടെ മേഖല, പെണ്ണെഴുത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ വൂൾഫിൻ്റെ ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ദ റൂം ഓഫ് വൺ സോൺ ഇറ്റ്സ് ദ മദർ ഓഫ് ഓൾ ലേറ്റർ ക്രിട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് പറയും. അത്രയും നമ്മളിന്ന് പറഞ്ഞ പല കാര്യങ്ങളുടെ തുടക്കം വൂൾഫിൽ നമുക്ക് കാണാം, വെർജീനിയ വൂൾഫിൽ. അതാണ് ഓരോ സെക്ഷനിലും അവരെ ആവർത്തിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നീടുള്ളവർ അതെടുത്ത് വികസിപ്പിച്ച് പുതിയ ബുക്കുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ റൂമിൽ തന്നെ തുടങ്ങാം. റൂമിൽ പറയുന്ന അവർ പറയുന്നത് എനൺ എന്ന് പറഞ്ഞ പല പഴയ ഇംഗ്ലീഷ് പോയിൻസിൻ്റെ അടിയിലും നിങ്ങൾ ANON കാണും. എനൺ എന്ന് പറഞ്ഞാൽ അനോണിമസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതായത് ഓതർഷിപ്പ്, ഓതർ ആരാണെന്ന് അറിയില്ല,
അറിയാം. അപ്പോൾ വൂൾഫ് പറയുന്നത് പഴയ മുമ്പ് വേറൊരു എഴുത്തുകാരനെയാണ് അവർ കോട്ട് ചെയ്യുന്നത്. ഫോക്ക് സോങ്സ്, ബാലഡ്സ്, ഈ എന്ന് പറഞ്ഞു വരുന്ന കവിതകളൊക്കെ സ്ത്രീകൾ എഴുതിയതാവാം, സ്ത്രീകൾ എഴുതിയതായിരിക്കണം. കാരണം അവർക്ക് റൈറ്റേഴ്സായിട്ട് പുറത്ത് വരാനുള്ള ധൈര്യമില്ല, എഴുതാനുള്ള ധൈര്യമില്ല, എഴുതുന്നുണ്ട് രഹസ്യമായിട്ട്. അത് സമൂഹത്തിലേക്ക് ഏതൊക്കെയോ ഞാൻ ഈ തിരുവാതിര പാട്ടുകളെ പറ്റിയൊക്കെ ആലോചിക്കും. ശരിക്കും അതൊക്കെ സ്ത്രീകളുടെ എഴുത്തുണ്ടാവുമല്ലോ അതിൻ്റെ പിന്നിൽ. നമ്മൾ അതുമൊക്കെ വിമൻസ് റൈറ്റിംഗ് ആയിട്ട് തന്നെ എടുക്കാൻ. ഈവൻ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഫോമൽ ലിറ്ററേച്ചർ എഴുതാൻ പറ്റാത്തപ്പോൾ അവർ ലെറ്റേഴ്സ് എഴുതും, ഡയറീസ് എഴുതും, ജേർണൽസ്, ഡയറീസ് എഴുതും. അതൊക്കെ ഇന്ന് നമ്മൾ ലിറ്ററേച്ചറായിട്ട് തന്നെ സ്ത്രീയുടെ സെൽഫ് എക്സ്പ്രഷനായിട്ട് തന്നെ കണക്കാക്കണം, പഠിക്കണം. അതുകൊണ്ടാണ് സിമോൺ ദ ബുവയുടെ ലെറ്റേഴ്സ്, വെർജീനിയ വൂൾഫിൻ്റെ ഡയറീസ് ഒക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മളെ എഴുത്തുകാരികളുടേതായിട്ട് അങ്ങനെ എഴുത്തുകൾ ആണുങ്ങളെ വന്നിട്ടുണ്ട്, ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ എഴുത്തുകളും ഡയറികളും ഒന്നും ആത്മകഥയുണ്ട്, അല്ലാതെ ഒന്നും അധികം വന്നിട്ടില്ല. ചിലപ്പോൾ തിരഞ്ഞ ആർക്കൈവ്സിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതൊരു സാധ്യതയാണ്. അപ്പോൾ ആ പണ്ടും എഴുതിയിരിക്കും സ്ത്രീ, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ആലിസ് വോക്കറുടെ ഒരു ബുക്കുണ്ട്, വുമണിസം പറഞ്ഞ, കളർ പേർപ്പിൾ എഴുതിയ ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്, ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ്. അതിൽ പറയുന്നത് അവർ ഈ ബ്ലാക്ക് അമേരിക്കൻ വിമനാണ്, വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തിയെടുത്ത സ്ത്രീകൾ, അധ്വാനിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അവരിപ്പോൾ ആ ലൈനിൽ അവസാനം ഞാൻ വന്ന് വേൾഡ് ഫേമസ് റൈറ്ററായി. അവർ പറയാം, ആലിസ്, എൻ്റെ അമ്മമാരും അവരുടെ പൂർവ്വമാതാക്കളും ഒക്കെ എങ്ങനെ അവരുടെ ഉള്ളിലെ ഈ സർഗ്ഗജ്വാലയെ കെടാതെ നിർത്തി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പോൾ അതിൽ രണ്ട് മെത്തേഡ്സ് അവർ പറയുന്നത്. ഒന്ന്, ഈ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന നീഗ്രോ വിമൻ അമേരിക്കയിലെ, അവർ ലക്ഷ ടൈമിൽ ക്വിൽട്ട് ഉണ്ടാക്കും. ഈ വെട്ടിക്കളഞ്ഞ തുണിക്കഷ്ണങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത തുണിക്കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഭംഗിയുള്ള ക്വിൽട്ട് ഉണ്ടാക്കും. പിന്നെ ഗാർഡനിങ്, നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ വിടരുന്ന ഗാർഡൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇൻഹെറിറ്റ് ചെയ്തത് ഞാൻ എഴുത്തിലേക്ക് വന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ അവരുടെ ഉള്ളിലെ സർഗ്ഗജ്വാല കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിലനിർത്തിയത് ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സ്ത്രീയുടെ സർഗ്ഗാത്മകതയുടെ ചരിത്രം. അപ്പോൾ നോവൽ നമ്മൾ പറഞ്ഞു. പിന്നെ ഇവർ പറയുന്നത് ഒരു വെർജീനിയ വൂൾഫ് പറയുന്നത്, എഴുത്തുകാരിക്ക് ഒരു ആൻഡ്രോജീനസ് മൈൻഡ് വേണം. അതായത് ആണ് പെണ്ണെന്ന് വേർതിരിവില്ലാതെ രണ്ടും ഹാർമോണിയസ്ലി ഫ്യൂസ് ചെയ്തൊരു മനസ്സ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണത്തം, പെണ്ണത്തം. അപ്പോൾ ആണത്തത്തിലുള്ള പല ക്വാളിറ്റീസും പെണ്ണുങ്ങൾക്ക് ഡിനൈ ചെയ്തിരിക്കുക, പെണ്ണത്തത്തിലുള്ള ചില നല്ല ക്വാളിറ്റീസ് ആണുങ്ങൾക്ക് ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ബൈനറി ഓപ്പോസിഷൻ എന്ന് പറയുമല്ലോ, ബൈനറി ഇതിപ്പോൾ ഡെറിഡയിൽ നിന്നൊക്കെ വരുന്ന ഒരു ഐഡിയ ആണ്. ബൈനറീസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് വെളിച്ചം, ഈസ്റ്റ് വെസ്റ്റ്, മെയിൽ ഫീമെയിൽ. നമ്മളെപ്പോഴും ചിന്ത ഇങ്ങനെയാണ്. ഇപ്പോൾ ഇമോഷൻ, റീസൺ, ഒരു പെയറായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തയുടെ മോഡൽ അതാണ് ബൈനറി തിങ്കിങ് എന്ന് പറയുന്നത്. അതിലെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു സാധനം പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇരുട്ട് വെളിച്ചത്തിൽ ഏതാ നെഗറ്റീവ്? ഇരുട്ട് അല്ലേ, ഇരുട്ടല്ലേ നെഗറ്റീവ്. വെളിച്ചമുള്ളൊരു സാധനം, അതില്ലാത്തതാണ് ഇരുട്ട്. അപ്പോൾ റീസൺ, ഇമോഷൻ അതുപോലെ വെച്ചിരിക്കുകയാണ്. റീസൺ നല്ല കാര്യം, ഇമോഷൻ ഇത്തിരി മോശം കാര്യം. അപ്പോൾ അതിലൊരു ഹയറാർക്കി ഉണ്ട്. ബൈനറി ഓപ്പോസിഷൻസിൽ ഒരു ഒന്ന് മുകളിലും ഒന്ന് താഴെ. അപ്പോൾ മെയിൽ ഫീമെയിൽ വരുമ്പോൾ ആരാ മുകളിൽ, ആരാ താഴെ? മെയിൽ മുകളിൽ, ഫീമെയിൽ. അപ്പോൾ ഈ ഒരു സൈഡിൽ സൺ മൂൺ എന്ന് പറയുമ്പോൾ സൺ മുകളിൽ, മൂൺ താഴെ. ഇങ്ങനെയാണ് വെസ്റ്റേൺ തിങ്കിങ് രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് ബൈനറി തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ബൈനറി ഇല്ലാതെ എഴുതാൻ പഠിക്കണം. ഒന്നിനെ മുകളിലും താഴെ ഹയറാർക്കി ഇല്ലാതെ രണ്ടും സ്വീകരിച്ചോണം. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ്. വൂൾഫിൻ്റെ കാലത്ത് ബൈനറി തിങ്കിങ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ വൂൾഫ് മുൻകൂട്ടി കണ്ടു. അവരൊരു മാനസികാവസ്ഥ പറയുകയാണ്. ഒരു പാർട്ടിസാനായിട്ട് ഞാൻ പെണ്ണെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ഒരു ആൻഡ്രോജൻ, ഇപ്പോൾ ബൈനറീൻ്റെ അപ്പുറം പോയിട്ട് ആണ് പെണ്ണെന്നൊന്നും ചിന്തിക്കാതെ ഒരു ഹോൾസം ആയിട്ടുള്ളൊരു മൈൻഡ്, ഇൻകാൻഡസെൻറ്റ് മൈൻഡ് എന്നാണ് അവർ പറയുന്നത്. ഒരു പ്രകാശിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അല്ലാതെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഫെമിനിസ്റ്റാണെന്ന് വിചാരിച്ച് നമുക്ക് എഴുതാൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് പറ്റില്ല. ക്രിറ്റിസിസം വേണം ഫെമിനിസ്റ്റാണെന്ന് വിചാരിച്ച്. പക്ഷേ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പോൾ നമ്മൾ റൈറ്ററെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നീട് സിക്സു
പെണ്ണെഴുത്ത് പറയുമ്പോൾ അവർ ഉപയോഗിക്കേണ്ടത് വാറ്റിക് ബൈസെക്ഷുവാലിറ്റി എന്നൊരു ഐഡിയ. വാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റിക് എന്നാണ് അർത്ഥം, വിഷണറി. ബൈസെക്ഷുവാലിറ്റി, അപ്പോൾ ആൻഡ്രോജീനി, ബൈസെക്ഷുവാലിറ്റി, രണ്ട് സെക്സിൻ്റെയും യോജിച്ചുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണാവുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് നഷ്ടപ്പെട്ടോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ തൻ്റെ ഇടം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആഗ്രഹം. അപ്പോൾ എഴുതണം അയാൾ പെണ്ണിനെയും കൂടെ ഉൾപ്പെടുത്തണം അതിൽ. പെണ്ണിൻ്റെ സ്നേഹിക്കാനുള്ള കഴിവായാലും ഇമോഷണൽ എന്താ പറയുക സെൻസിറ്റിവിറ്റി ആയാലും ഉൾക്കൊള്ളുക. അപ്പോൾ അതിനാണ് നമ്മൾ ഗോയിങ് ബിയോണ്ട് ബൈനറി ഓപ്പോസിഷൻ, ഗോയിങ് ബിയോണ്ട് ഫാലോഗോസെൻട്രിസം എന്ന് പറയും. ഫാലോഗോസെൻട്രിസം ഇസ് എ വേർഡ് കോയിൻ ബൈ ഡെറീഡ, ഡീകൺസ്ട്രക്ഷൻ്റെ ആൾ ഡെറീഡ. സിമ്പിളായിട്ട് പറയാം, ഫാലസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനാണ്, പുരുഷലിംഗം. ലോഗോസെൻട്രിസം, രണ്ട് വാക്ക് കൂടി ചേർന്ന പോർട്ട്മാൻറ്റോ വേർഡാണ് ഫാലോഗോസെൻട്രിസം. ഫാലസ് പ്ലസ് ലോഗോസെൻട്രിസം. ലോഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ വേർഡിന് റീസണും ഒക്കെയുള്ള സെൻട്രാലിറ്റിയാണ്. അപ്പോൾ പേട്രിയാർക്കൽ തിങ്കിങ് ആണ് ഫാലോഗോസെൻട്രിസം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ കുറച്ച് ഇമോഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഫാലോഗോസെൻട്രിസത്തിന് പുറത്താണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഫാലോഗോസെൻട്രിസത്തെ ചോദ്യം ചെയ്യുക, അതാണ് പെണ്ണെഴുത്തിലും അതന്നെ ചെയ്യുന്നത്. ഗോയിങ് ബിയോണ്ട് ബൈനറി, ഗോയിങ് ബിയോണ്ട് ഫാലോഗോസെൻട്രിസം, ഒരു പുതിയ സ്ത്രീയുടേതായ ചിന്താരീതി. അതിലെല്ലാറ്റിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ആൻഡ്രോജീനി കൊണ്ട് വൂൾഫും പിന്നീട് വാറ്റിക് ബൈസെക്ഷുവാലിറ്റി കൊണ്ട് ഹെലൻ സിക്സും അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പിന്നെ വൂൾഫിൻ്റെ വേറൊരു ഫേമസ് എസ്സേയാണ് നമ്മൾ പൊതുവേ കേൾക്കുക റൂം ഓഫ് അൺസോൾഡ്, പ്രൊഫഷൻസ് ഫോർ വിമൻ. ഒരു ചെറിയ ബുക്ക്ലെറ്റായിട്ട് അത് അവൈലബിൾ ആണ്, പ്രൊഫഷൻസ് ഫോർ വിമൻ. അതിൽ അവർ രണ്ട് പ്രധാന കാര്യങ്ങൾ സ്ത്രീയുടെ എഴുത്തിനെ പറ്റി പറയുന്നുണ്ട്, അവരുടെ എഴുത്തിനെ പറ്റി തന്നെ അവർ പറയുന്നുണ്ട്. വെർജീനിയ വൂൾഫ് ഒരു ക്രിട്ടിക്കുമായിരുന്നു, ഒരു റിവ്യൂസൊക്കെ എഴുതുന്ന, റെഗുലറായിട്ട് റിവ്യൂസ് എഴുതിക്കൊടുക്കുക, ഒരു ബുദ്ധിജീവിയായിരുന്നു. അപ്പോൾ അവർ പറയണത്, ഞാനിങ്ങനെ എഴുതാനിരിക്കുമ്പോൾ ഏഞ്ചൽ ഇൻ ദ ഹൗസ്, ഫെമിലിയർ ആണോ കോൺസെപ്റ്റ്? പറയാം അല്ലേ. ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്നാണ് അതിന് അവർ കൊടുത്തിരിക്കുന്ന പേര്. ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്നുള്ള ആ ഫ്രേസ് വരുന്നത് കവൻട്രി പാറ്റ്മോർ എന്ന് പറഞ്ഞ ഒരു കവിയുടെ ഒരു പോയത്തെന്നാണ്. അതിലൊരു ഓണേറിയ, HONORIA, ഓണേറിയ എന്ന് പറഞ്ഞൊരു ഐഡിയൽ വുമൺ, ഈ പൂമുഖവാതിൽക്കലുള്ള പോലത്തെ ഒരു സ്ത്രീ ഉണ്ട്, അവളെ പറ്റിയാണ് ആ കവിത. അതിലാണ് ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്നുള്ളത്. ഷീസ് എൻ ഏഞ്ചൽ ഇൻ ദ ഹൗസ്, വീട്ടിലെ ഒരു വിളക്ക്, വീട്ടിലെ വിളക്കാണ് നീ എന്നൊക്കെ പറയാറില്ലേ സ്ത്രീയെപ്പറ്റി, അങ്ങനത്തെ ഒരു വിളക്കാണ് അവൾ, ഒരു കത്തിച്ച് വെച്ച നിലവിളക്കാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് കവൻട്രി പാറ്റ്മോർ എഴുതിയത്. അപ്പോൾ വെർജീനിയ വൂൾഫ് പറയുന്നത്, ഞാൻ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഇങ്ങനെ ആരോ ഒരു ഏഞ്ചൽ വന്ന് ചിറകടിക്കുന്ന ഒച്ച കേൾക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ അവൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്യും, നോക്ക് നീ ഈ എഴുതുന്നത് ശരിയല്ല, ഇത് ആണുങ്ങളും കൂടെ വായിക്കുന്ന സംഗതിയാണ്, അവർ നിന്നെപ്പറ്റി എന്താ വിചാരിക്കുക നീ ഇങ്ങനെയൊക്കെ എഴുതിയാൽ. അപ്പോൾ ഇവളിങ്ങനെ ഒരു അൺസീൻ ഒരു പ്രസൻസ്, ഇവരെ മനസ്സിൽ തന്നെയാണത് ആ ചോദ്യം, ആ പേട്രിയാർക്കൽ വോയിസാണ് പറയുന്നത്, നീ ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതിയാൽ നീ വെറുക്കപ്പെടും, ആണുങ്ങൾ നിന്നെ അംഗീകരിക്കില്ല, ആണുങ്ങളെ ലോകമാണ് സാഹിത്യ ലോകം. ഇങ്ങനെ പറഞ്ഞ് എന്നെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് അവളെ കൊല്ലണ്ടി വന്നു, എന്നിട്ടേ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ എന്ന് അവർ പറയുന്നത്. അപ്പോൾ ആരെ ഈ കൊല്ലണ്ടി വന്ന സ്ത്രീ ഏതാണ്? ഷീസ്, എഡ്രിൻ റിച്ച് പറയും, കിൽ ദ ഫോൾസ് വുമൺ ഇൻ യു. ആ ഫെമിനിൻ വുമൺ ഉണ്ടല്ലോ, പേട്രിയാർക്കിയിൽ ആ സ്ത്രീ ഉണ്ടല്ലോ, അതാണ് ഈ ഏഞ്ചൽ ഇൻ ദ ഹൗസ്. ഇവളെ നിങ്ങൾ ആദ്യം കൊല്ലണം, എന്നാലേ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട്, മാധവിക്കുട്ടിയൊക്കെ അങ്ങനെ കൊന്നിട്ടായിരിക്കണം എഴുതിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഏഞ്ചലിനെ കൊല്ലുക. പിന്നെ വെർജീനിയ വൂൾഫ് വളരെ തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ബോഡിയെ പറ്റി എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്, ശരീരവും സെക്സിനെ പറ്റിയൊക്കെ എഴുതാൻ എനിക്കൊരു ഭാഷയില്ല, ഭാഷ ഉണ്ടെങ്കിൽ തന്നെ എനിക്കിതുവരെ അതിന് ധൈര്യം വന്നിട്ടില്ല തുറന്നെഴുതാൻ. അവർ മാൻ വുമൺ റിലേഷൻഷിപ്പ് വളരെ സട്ടിൽ ആൻഡ് സെൻസിറ്റീവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, പക്ഷേ സെക്സിനെ പറ്റി തുറന്നെഴുതാൻ എനിക്ക് ഒരു ഭാഷയില്ല, എനിക്കത് എങ്ങനെ എഴുതണം എന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഭയവുമാണ് എഴുതാൻ. അതൊക്കെയാണ് പിന്നീട് പെണ്ണെഴുത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, പ്രൊഫഷൻസ് ഫോർ വിമൻ. എഡ്രിൻ റിച്ച് അതുപോലെ വെൻ വി ഡെഡ് എവേക്കൺ എന്ന് പറഞ്ഞ്, വെൻ വി ഡെഡ് എവേക്കൺ നിങ്ങൾ വായിക്കേണ്ട ഒരു എസ്സേയാണ്. അമേരിക്കൻ പോയറ്റ് ആൻഡ് ക്രിട്ടിക്കാണ്, ഒരു ബൈസെക്ഷൽ റൈറ്ററായിരുന്നു. ഏഡ്രിയൻ, ADRIENNE, വായിച്ചാൽ എളുപ്പം മനസ്സിലാവുന്ന ഓതറുമാണ്. റിച്ച്, RIC, ഏഡ്രിയൻ റിച്ച്, ADRIENNE. അപ്പോൾ അവരുടെ കുറേ നല്ല എസ്സേയ്സ് ഉണ്ട്. അതിലൊന്നാണ് വെൻ വി ഡെഡ് എവേക്കൺ. ആ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ തീം എന്നുള്ളത്. ഡെഡ് ആയിട്ടുള്ളത് ആരാ? സ്ത്രീ. നിങ്ങളിലെ സ്ത്രീ ഡെഡാണ്, അവളെ ഉണർത്തിക്കൊണ്ടുവരാം. വെൻ വി ഡെഡ് എവേക്കൺ. ആക്ച്വലി ഇറ്റ്സ് എ ടൈറ്റിൽ ഓഫ് എ
അത് ഒരു ഡ്രാമ, ഇബ്സൺ എഴുതിയ ഒരു നാടകത്തിന്. ഇബ്സൺ കുറേ ലിബറേറ്ററി ആയിട്ടുള്ള സ്ത്രീകളെ, ഡോൾസ് ഹൗസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവൾ വാതിൽ വലിച്ചടച്ച ശബ്ദം ഇപ്പോഴും കേൾക്കാമെന്നൊക്കെ പറയണം. അതുപോലെ ഇബ്സൻ്റെ ഒരു നാടകമാണ് വെൻ വി ഡെഡ് അവേക്കൺ. ആ ടൈറ്റിൽ ഉപയോഗിച്ചിട്ട് ആ എസ്സേയിൽ ഇതിനെക്കുറിച്ച് ഈ എഴുത്തിനെ പറ്റി, വിമൻസ് റൈറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ എക്രിറ്റ്യൂർ ഫെമിനൈനിലേക്ക് പോകാം. അതാണ് പെണ്ണെഴുത്ത്. അത് 1975 ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ. ഈ ടൈറ്റിൽ എന്തായാലും ഓർക്കണം, പെണ്ണെഴുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ, MEDUSA, 1975. ഫ്രഞ്ച് ഫെമിനിസത്തിൽ ഹെലൈൻ സിക്സു, ആ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ മാറി, പലരും പലമാതിരിയെ പ്രൊനൗൺസ്. HELENE, കുറേ ആക്സൻ മാർക്സ് ഉണ്ട്. HELENE, ഹെലൈൻ. ആ ഈൻ്റെ മുകളിലൊക്കെ ഓരോ ആക്സൻ ഓരോ വരയുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞ വര. എലൈൻ സിക്സു, CIXOUS. ഇപ്പോൾ എല്ലാവരും സിക്സു എന്നാണ് അതിനെ പറയുന്നത്. ഞാനൊരു ഫ്രഞ്ച് മാഷോട് ചോദിച്ചപ്പോൾ സിസു എന്നാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സിക്സു എന്നാണ് നമ്മൾ പൊതുവേ. CIXOUS. ഫ്രഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രൊനൗൺസ് ചെയ്യാൻ. എലൈൻ, HELENE. പിന്നെ അടുത്ത വാക്ക് സിക്സു, CIXOUS. എസ് സൈലൻ്റ് ആണ് ഫ്രഞ്ച് ആയതുകൊണ്ട്. എലൈൻ സിക്സു. അവരുടെ എസ്സേ ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ. ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ അത് മുഴുവൻ സ്ത്രീകളുടെ എഴുത്തിനെ പറ്റിയുള്ളൊരു എസ്സേയാണ്. സച്ചിദാനന്ദൻ പെണ്ണെഴുത്ത് എന്ന പാപത്തറയിൽ ഉപയോഗിച്ചത് ഇവരെ വായിച്ചിട്ടാണ്. ഇവരെ കൂടെയുള്ളവർ ലൂസി റിഗറെ, ജൂലിയ ക്രിസ്റ്റേവ എന്ന് പറഞ്ഞ വേറെ ക്രിട്ടിക്സൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ലാഫ് ഓഫ് ദ മെഡ്യൂസയാണ്. ദ മാനിഫെസ്റ്റോ ഓഫ് എക്രിറ്റ്യൂർ, പെണ്ണെഴുത്തിന് ഫ്രഞ്ച് പറയുന്നതാണ് എക്രിറ്റ്യൂർ ഫെമിനൈൻ, ECRITURE, എക്രിറ്റ്യൂർ. എക്രിച്ചർ എന്നൊക്കെ ചിലർ പറയും. ECRITURE, എക്രിറ്റ്യൂർ ഫെമിനൈൻ. ഫെമിനൈൻ എന്നുള്ള ഇംഗ്ലീഷിലെ ഫെമിനൻ എന്നുള്ള വാക്കാണ്, ഫ്രഞ്ചിലത് ഫെമിനൈൻ എന്നാണ് പറയുക. എക്രിറ്റ്യൂർ ഫെമിനൈൻ, FEMININE. അപ്പോൾ ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ 1975, ഫ്രഞ്ച് ഫെമിനിസം, എലൈൻ സിക്സു, എക്രിറ്റ്യൂർ ഫെമിനൈൻ. ഇതിൻ്റെ അകത്തുനിന്നാണ് നമ്മളെ പാപത്തറയുടെ ഇൻട്രൊഡക്ഷനിലാണ് സച്ചിദാനന്ദൻ ആദ്യമായിട്ട് ആ വാക്ക്. സച്ചിദാനന്ദൻ ഒരുപാട് ബോറോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലോങ് ഇതിൽ പലതും എക്നോളജ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. കുറേ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന ആൾ പറഞ്ഞു എന്നുള്ളത് ചേർത്ത്, അപ്പോൾ നമ്മൾ ശരിക്കൊക്കെ സച്ചിദാനന്ദൻ തന്നെ എഴുതിയിട്ടുണ്ടാക്കിയത്. അത് ശരിയല്ല, അവിടെ ഇവിടെയും പറയും, പക്ഷെ ശരിക്കുള്ള ബോറോവെൽ അതിൽ എക്നോളജ് ചെയ്തിട്ടില്ല. പലതും ഈ വെസ്റ്റേൺ ഫെമിനിസ്റ്റുകളിൽ നിന്ന് എടുത്തതാണ്. നീണ്ട എസ്സേ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ നല്ലതായതുകൊണ്ട് വായിക്കാൻ നല്ലതാണ്. പാപത്തറയുടെ പെണ്ണെഴുത്ത്, അതിനെപ്പറ്റി കുറേ പെണ്ണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു ചീപ്പാന്നൊക്കെ കുറേ സ്ത്രീകൾ എഴുത്തുകാരികൾ അന്ന് പറഞ്ഞു. എന്താ ഇപ്പോൾ പെണ്ണിന് കുഴപ്പം, പെണ്ണായാലും സ്ത്രീയിലൊക്കെ ഭാഷ തന്നെയല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നത് സിമ്പിളായിട്ട് പറയണ, യു ഹാവ് ടു റൈറ്റ്. ഒന്നാമത്തെ കാര്യം, എഴുതാൻ മടിക്കരുത്, എഴുതണം. സ്ത്രീകളൊക്കെ അവർക്ക് എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും എഴുതിയിരിക്കണം. പിന്നെ സെക്കൻഡ്ലി പറയുന്ന, റൈറ്റ് യുവർ ബോഡി. നിങ്ങളെ ബോഡീനെ ആരും ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളെ ശരീരത്തിന് എന്ത് പറയാനുണ്ട് എന്ന് ലോകം കേട്ടിട്ടില്ല. പുരുഷനത് പറയാൻ പറ്റില്ല, പുരുഷൻ്റെ ശരീരാനുഭവങ്ങളല്ലല്ലോ അത്. അയാൾക്ക് ഭാവനയിൽ കുറേ കാണാൻ പറ്റും. നല്ല ഭാവനയുള്ള എഴുത്തുകാർക്ക് നല്ലോണം കാണാൻ പറ്റും. അതുകൊണ്ട് പെണ്ണെഴുത്ത് പെണ്ണിൻ്റെ മാത്രം എഴുത്തല്ല കേട്ടോ, അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മളെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, സ്ത്രീകൾക്ക് മാത്രമേ പെണ്ണെഴുത്ത് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, അതിൻ്റെ ഒറിജിനലായിട്ട് പറഞ്ഞ ആൾക്കാർ അങ്ങനെയല്ല പറഞ്ഞത്. 6 പറയുന്നുണ്ട്, മെയിൽസ് ടു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഒരുപാട് ഇമാജിനേഷനും സെൻസിറ്റിവിറ്റിയും ഫാലോഗോസെൻട്രിസത്തിന് അപ്പുറം പോകാനുള്ള കഴിവും ഒക്കെ വേണം. അവർ പറയുന്ന ഒരു ഉദാഹരണം, ജാങ് ജെനെ, GENET. പ്രൊനൗൺസിയേഷൻ ഒന്ന് സ്പെല്ലിംഗ് ഫ്രഞ്ചിൻ്റെ ഒരു കുഴപ്പതാണ്. GENET, ഷെനെ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരുണ്ട്. JEAN, അത് ഷാങ് എന്നാണ് ഇംഗ്ലീഷ്. ഷാങ് ഷെനെ ഒരു കള്ളനൊക്കെ ആയി ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ഒരു എഴുത്തുകാരൻ. പക്ഷേ അതുകൊണ്ട് തന്നെ അയാളുടെ ലോകവീക്ഷണം വളരെ ഡിഫറെൻ്റാണ്, പേട്രിയാക്കിയുടെ വീക്ഷണം അല്ല. അപ്പോൾ 6, അതെ. അപ്പോൾ 6 പറയുന്നത് ആണുങ്ങൾക്ക് സാധാരണ നമ്മൾക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ആണുങ്ങൾക്കും വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒന്നാണ് പെണ്ണെഴുത്ത്. വേറൊന്ന്, നമ്മളൊരു തെറ്റിദ്ധാരണ, പെണ്ണുങ്ങൾ എഴുതുന്നത് എല്ലാം പെണ്ണെഴുത്താണ്. അത് തെറ്റാണ്, വളരെ തെറ്റാണ്. പെണ്ണുങ്ങളുടെ എല്ലാ ട്രഡീഷണൽ രീതിയിൽ ഇമ്മാസ്കുലേറ്റഡ് പെണ്ണുങ്ങൾ, ഇമ്മാസ്കുലേഷൻ നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ആണിനെ പോലെ ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ. അപ്പോൾ ഇമ്മാസ്കുലേറ്റഡ് എഴുത്ത് ഒരിക്കലും പെണ്ണെഴുത്താവില്ല. പെണ്ണുങ്ങൾക്ക് അങ്ങനെ എഴുതാം, ആണുങ്ങൾ അതേ രീതി അതേ കണ്ണിലൂടെ ലോകത്ത് നോക്കി എഴുതുന്ന എഴുത്ത് ഒരിക്കലും പെണ്ണെഴുത്താവില്ല. അതുകൊണ്ട് ആരാണ് ഓഥറുടെ ജെൻഡർ അല്ല ഇവിടെ പ്രശ്നം, ടെക്സ്റ്റിൻ്റെ ജെൻഡറാണ്.
ഹൂ സൈൻസ് ഇറ്റ്, ആരാണ് അവസാനം എൻ്റെ എഴുത്തെന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്നതെന്നുള്ളതല്ല. അതിൻ്റെ ജനറൽ ആണാണോ പെണ്ണാണോ എഴുതുന്നതല്ല. എല്ലാ പെണ്ണുങ്ങളും എഴുതുന്നതും പെണ്ണെഴുത്തല്ല. നമ്മൾ ബൈനറീനെ ചോദ്യം ചെയ്ത് പേട്രിയാക്കിയെ ചോദ്യം ചെയ്ത് ഒരു ഫെമിനിസ്റ്റ് ജേണിയിലൂടെ കടന്നു പോകാത്ത ഒരു എഴുത്തുകാരിക്ക് ഒരിക്കലും പെണ്ണെഴുത്ത് സാധ്യമാവില്ല എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫെമിനിസം അറിയാത്ത ഒരു സ്ത്രീ, നാച്ചുറൽ ഫെമിനിസ്റ്റ് പറഞ്ഞ ഒന്നുണ്ടോ എനിക്ക്, ഞങ്ങളൊക്കെ പഠിച്ച് ഫെമിനിസ്റ്റുകളായതാണ്. വായനയിലൂടെ ഇമാസ്കുലേഷൻ എന്ന് പുറത്ത് വരാനേ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയുള്ള ബോധം, ആ ഒരു ഫെമിനിസ്റ്റ് അവബോധമുള്ള ഒരു സ്ത്രീക്കല്ലാതെ പെണ്ണെഴുത്ത് സാധ്യമല്ല എന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങൾ എഴുതുന്നതെല്ലാം പെണ്ണെഴുത്ത് അല്ല എന്നുള്ളതും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്നത്, വെൻ യു സെൻസർ മൈ ബോഡി യു സെൻസർ മൈ സ്പീച്ച് ആൻഡ് ബ്രെത്ത്. എൻ്റെ ബോഡിയെ നിങ്ങൾ എത്രത്തോളം സെൻസർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എന്നെ നിശബ്ദയാക്കാൻ ശ്രമിക്കുകയാണ്. യു ആർ സെൻസറിങ് മൈ സ്പീച്ച്. അതുകൊണ്ട് ലെറ്റ് ദ ബോഡി ബി ഹേർഡ്. ഞാൻ പറഞ്ഞില്ലേ, വെർജീനിയ വുൾഫിന് പേടിയായിരുന്നു ശരീരത്തെപ്പറ്റി എഴുതാൻ. ആണുങ്ങളെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും. നേരെ തിരിച്ചാണ് സിസു ബോഡി എഴുതണം, ശരീരം എഴുതണം. കാരണം അതിൻ്റെ അഭിവാഞ്ചകളും അതിൻ്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും ആണുങ്ങൾ ഇതുവരെ അവർ കാണുന്നത് അവർക്ക് പ്ലഷർ നൽകുന്ന ഫീമെയിൽ ബോഡിയാണ്. അതല്ല അവർ സ്നേഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന, അവരെ തിരിച്ച് പ്രണയിക്കുന്ന ഫീമെയിൽ ബോഡിയല്ല. നിങ്ങളിൽ തന്നെ ഗർഭം നിങ്ങളെങ്ങനെ അനുഭവിക്കുന്നു, ബ്രസ്റ്റ് ഫീഡിങ് നിങ്ങളെങ്ങനെ അനുഭവിക്കുന്നു, സെക്സ് നിങ്ങളെങ്ങനെ അനുഭവിക്കുന്നു, നിങ്ങളെ അനുഭവം. പുരുഷൻ കാണുന്ന നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അനുഭവിക്കുക, അതിനെപ്പറ്റി ധൈര്യമായിട്ട് എഴുതണം എന്നാണ് പറയുന്നത്. റൈറ്റ് യുവർ ബോഡി. അതാണ് പെണ്ണെഴുത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. പിന്നെ വാറ്റിക് ബൈസെക്ഷുവാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഗോ ബിയോണ്ട് ദി ബൈനറി. പിന്നെ ഇനി അവസാനം മാഡ് വുമണിലേക്ക് വരാം. ദ മാഡ് വുമൺ ഇൻ ദി ആറ്റിക് 1979 അത് എക്രിറ്റ്യൂർ ഫെമിനൈൻ്റെ അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല, എന്നാൽ 1979 മാഡ് വുമൺ. 19th century ലിറ്റററി ഇമാജിനേഷൻ ആണ് അതിൻ്റെ സബ് ടൈറ്റിൽ. അതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാവും, 19th century ലിറ്റററി ഇമാജിനേഷൻ. അപ്പോൾ അതിൽ ഒരു പ്രധാന ഐഡിയ ആങ്സൈറ്റി ഓഫ് ഓതർഷിപ്പ്, അതായത് എഴുത്തിനെ പറ്റി സ്ത്രീക്കുള്ള ഉത്കണ്ഠ, എഴുതാനുള്ള ധൈര്യക്കുറവ്. അതിപ്പോഴും എത്രയോ പെൺകുട്ടികൾക്കുണ്ടല്ലോ ധൈര്യക്കുറവ്. ധൈര്യം, അപ്പോൾ നമ്മളെന്തെങ്കിലും എഴുതിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില നിനക്ക് ഭയങ്കര ധൈര്യം. ഞാൻ ആ ധൈര്യമൊന്നും എന്നിൽ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കത് സാധിക്കുന്നില്ല, ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല. ഞാനൊക്കെ ചെറുപ്പം, ഞാൻ പറയാം, വലുതായിട്ട് എഴുതി തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എഴുത്തുകാരി ആവില്ലായിരുന്നു. സത്യം പറയാം, ഈ വക എന്താ പറയുക, എല്ലാ പേടികളും നമ്മളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും സമൂഹം. ഞാനൊക്കെ 13ാമത്തെ വയസ്സിൽ ആദ്യത്തെ കഥ പബ്ലിഷ്, അതായത് അറിവില്ലാത്ത പ്രായത്തിൽ എഴുതി തുടങ്ങിയതുകൊണ്ടാണ് ഞാനൊക്കെ എഴുത്തുകാരി ആയത്. ഇല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത്. പക്ഷേ എൻ്റെ ഫാമിലി എന്നോട് ചോദിച്ചിട്ടില്ല, നീ എഴുതുന്ന പ്രണയകഥയിൽ പ്രണയം ആരോടാണെന്നൊന്നും എൻ്റെ ഫാമിലി ഒരിക്കലും അതായത് കുറച്ച് പുസ്തകം വായിക്കുന്ന ഫാമിലി ആയിരുന്നു. മുത്തച്ഛനൊക്കെ ഭയങ്കര ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നന്നായിട്ട് പഠിച്ച ആളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സെൻസർഷിപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല ഫാമിലിയിൽ നിന്ന്. കുട്ടിക്കാലത്ത് അറിവ് ആകുന്നതിന് മുമ്പ് എഴുതി തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു എഴുത്തുകാരിയാവാൻ പറ്റിയതെന്ന് ഞാൻ വിചാരിക്കും. കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഈ ആങ്സൈറ്റി ഓവർകം. ഇപ്പം നിങ്ങളൊരു പ്രണയകഥ എഴുതുകയാണെങ്കിൽ അത് നിൻ്റെ പ്രണയമല്ല. ചന്ദ്രമതിക്ക് അത് ഉണ്ടായിട്ടുണ്ട്, ചന്ദ്രമതി അതിനെപ്പറ്റി തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. കുമാരി ചന്ദ്രിക പാൽക്കുളങ്ങര എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ടൊക്കെ എഴുതുക. പിന്നെ കുറേ കാലത്തേക്ക് ചന്ദ്രമതിയെ കാണാനേ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ ചന്ദ്രമതിയായിട്ട്, കുമാരി ചന്ദ്രിക ചന്ദ്രമതിയായിട്ട് പുനരവതരിച്ചു. എന്താ നിശബ്ദതയ്ക്ക് കാരണം ഇങ്ങനെ സമൂഹം തെറ്റിദ്ധരിക്കുന്നു, കുടുംബം തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള എഴുത്തിനെ അതായത് സ്ത്രീ എഴുതുമ്പോൾ എപ്പോഴും അത് അവളുടെ ജീവിതമായിട്ടാണ് കാണുക. പുരുഷന്മാരെ എഴുതുമ്പോൾ അത് ആർട്ടാണ്, ഡിസ്റ്റൻറ്റ് ഫ്രം ദി ഇൻഡിവിജ്വൽ, കലയാണ്. സ്ത്രീ എഴുതുമ്പോൾ നിങ്ങളെ ജീവിതം, എല്ലാം നിങ്ങളെ ആത്മകഥ. അങ്ങനെ ഒരു ആത്മകഥയല്ല നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കുറേ നോവലും കഥ എഴുതിയൊരു സ്ത്രീ എങ്ങനെയാണ് അതിനെ ആത്മകഥ എന്ന് പറയുക? എത്ര ജീവിതം നമ്മൾ ഒരു ജീവിതമല്ലേ ജീവിക്കുള്ളൂ. അപ്പോൾ സ്ത്രീകൾ എഴുതുന്നതിനൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ആങ്സൈറ്റി. അപ്പോൾ ഈ പുസ്തകത്തിൽ സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സ്യൂസൻ ഗുബാർ പറയുന്നത്, അവർ ദേ ആർ ബോറോയിങ് ആൻ ഐഡിയ ഫ്രം ഒരു ക്രിട്ടിക്കുണ്ട്, ഹാരൾഡ് ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ക്രിട്ടിക്കുണ്ട്. അവർ ആണുങ്ങളുടെ ആങ്സൈറ്റി ഓഫ് ഇൻഫ്ലുവൻസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ആണുങ്ങൾക്കുണ്ടാവാം ഒരു ആങ്സൈറ്റി, അത് ഈ ആങ്സൈറ്റി ഇല്ല, അവർക്ക് പെണ്ണെടുത്ത് എഴുതുന്നതിൽ ആങ്സൈറ്റി ഒന്നുമില്ല. പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് നിലവാരം, അവർ മുൻകാലത്തെ വലിയ ആണെഴുത്തുകാരുമായിട്ടാണ് അവരെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് പോലൊരു കോംപ്ലക്സ് അവർക്കുണ്ട്. വലിയൊരു അച്ഛനും ചെറിയൊരു മകനും എന്നുള്ളൊരു തോന്നലാണ് വരിക. അപ്പോൾ എങ്ങനെ ആ വലിയ എഴുത്തുകാരെ ഓവർകം ചെയ്യാം എന്നുള്ള ആങ്സൈറ്റി.
അവരെ മാറ്റിയിട്ട് അവരെ സ്ഥാനത്ത് എന്നെ എങ്ങനെ പ്രതിഷ്ഠിക്കാം എന്നുള്ളൊരു ആങ്സൈറ്റി എല്ലാ മെയിൽ റൈറ്റേഴ്സിനും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് തിരിച്ചിട്ടാലുള്ളൊരു കോംപ്ലക്സ്. പെരുന്തച്ഛൻ കോംപ്ലക്സ് അച്ഛനും മകനോട് തോന്നിയ റൈവൽറി, ഇത് മകൻ അച്ഛനോട് തോന്നുന്ന റൈവൽറി എന്ന് പറയാം. അത് ഹാരൾഡ് ബ്ലൂമിൻ്റെ തിയറിയാണ്. അതെടുത്തിട്ടാണ് സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സ്യൂസൻ ഗ്യൂബർ എഴുതുന്നത്. വേറൊരു തരത്തിൽ പെണ്ണുങ്ങൾക്കുള്ള ആങ്സൈറ്റി എന്താണെന്ന് അവർ ആലോചിച്ച് നോക്കിയപ്പോഴാണ് അത് എഴുത്തിൻ്റെ ക്വാളിറ്റി അല്ല, എഴുത്ത് തന്നെയാണ് അവർ ആങ്സൈറ്റി. കാരണം ആണുങ്ങൾ വാഴുന്ന സാഹിത്യലോകം, ക്രിട്ടിക്സ് ആണുങ്ങളാണ്, മേജർ റൈറ്റേഴ്സ് ആണുങ്ങളാണ്. അവിടെ ഞാൻ അതിൽ ഈവൻ അവർ പറയുന്നത് പെൻ ഇസ് എ മെറ്റഫോറിക്കൽ പീനസ് എന്ന് പറയുന്നുണ്ട്. മെറ്റഫോറിക്കൽ പീനസ്സാണ് പെൻ. പെൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കേ എഴുതാൻ പറ്റുള്ളൂ, അപ്പോൾ പീനസ് ഉള്ളവർക്ക് പെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലാണ് ആദ്യകാലത്തിട്ട്. അപ്പോൾ അതൊക്കെ കുറേ മാറി വന്നു. ഫെമിനിസ്റ്റുകളൊക്കെ ഒച്ച വെച്ചിട്ടും അല്ലാതെ കാലം മാറുന്നതനുസരിച്ച് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഈ ആങ്സൈറ്റി പെൺകുട്ടികൾക്ക് സാഹിത്യ ലോകത്ത് നമ്മളെങ്ങനെ ഒരു കസേര വലിച്ചിട്ട് ഇരിക്കും എന്നുള്ള ആങ്സൈറ്റി. അപ്പോൾ അത് പണ്ട് കാലത്തൊക്കെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞ ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ ആയർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടി അത് എഴുതുമ്പോൾ അവർക്കും ഈ ആങ്സൈറ്റി ഉണ്ടായി. എങ്ങനെയാണ് ഞാനൊരു പെണ്ണല്ലേ, ഭാര്യ അമ്മയാവാൻ വിധിക്കപ്പെട്ടവൾ, എങ്ങനെയാണ് ഈ സാഹിത്യ ലോകത്ത് ഞാൻ സ്വയം പ്രതിഷ്ഠിക്കുക എന്നൊക്കെയുള്ള ആങ്സൈറ്റിയിൽ. പിന്നെ എന്ത് തരം പെണ്ണിനെ പറ്റി എഴുതണം, എനിക്ക് എന്നെപ്പറ്റി തുറന്ന് എഴുതാൻ പറ്റുമോ, എൻ്റെ ഉള്ളിൽ ഒരുപാട് റിബല്യൻ ഉണ്ടാവും, വിടമാട്ടൻ ചോദ്യങ്ങൾ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ. അതൊക്കെ ഇതിൽ ഞാൻ എഴുതി വെച്ചാൽ എന്നെ ക്രിട്ടിക്സ് എങ്ങനെ കാണും? ക്രിട്ടിക്സൊക്കെ മെയിൽസാണ്, അവരെന്നെ എങ്ങനെയാണ് കാണുക, എന്നെ വിലയിരുത്തുക, എന്നെ കല്ലെറിയൂലേ. വെർജീനിയ വൂൾഫിൻ്റെ പേടി, ഞാൻ ബോഡി എഴുതിയാൽ എന്നെ കല്ലെറിയില്ല. അതുപോലെ ഇവിടെ അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടി പോലെയുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ സ്പ്ലിറ്റ് ചെയ്യും. അവർ എഴുതാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് അത് ഫുള്ളി കോൺഷ്യസ് ആവണമെന്നില്ല, എന്നാലും ഒരു സ്പ്ലിറ്റ് നടക്കും. ഒരു നല്ല ഹെറോയിൻ, നല്ല കുട്ടി ഹെറോയിൻ, നല്ലവൾ ഹെറോയിൻ നായിക, അതിന് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഭ്രാന്തി. അങ്ങനെയാണ് അവരത് ഹാൻഡിൽ ചെയ്ത് അവരുടെ ആങ്സൈറ്റി. അവർ പുരുഷാധിപത്യം നല്ലതെന്ന് പറയുന്ന ഒരു സ്ത്രീയെ സൃഷ്ടിക്കും, അതേസമയം അവർ അടിച്ചമർത്തുന്ന റിപ്രസ് ചെയ്യുന്ന വികാരങ്ങൾ അവർ വേറൊരു ക്യാരക്ടറിന് കൊടുക്കും. അതിനെ ഭ്രാന്തി എന്ന് വിളിക്കുക. എന്നാൽ പിന്നെ ഭ്രാന്തിയല്ലേ, ആർക്കും ഒരു പ്രശ്നവുമില്ല ഭ്രാന്തി. അങ്ങനെ ഒരു ഭ്രാന്തിയെ പല സ്ത്രീകൾ എഴുതുന്ന പുസ്തകങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ അത് ഇവരുടെ ഇവർ അടക്കി വെച്ച ആങ്സൈറ്റി ഇങ്ങനെ പുറത്ത് ചാടുന്ന, അവർ അടക്കി വെച്ച കാര്യങ്ങൾ. ഇപ്പോൾ ക്രിറ്റിസിസം ഓഫ് പേട്രിയാർക്കി ഉണ്ട്, അതിൽ പലതും ഉണ്ടാവും. കാരണം ഈ ഭ്രാന്തികളൊക്കെ വെല്ലുവിളിക്കുന്നവരാണ്. അവർ തീ വയ്ക്കും, അവർ വിടമാട്ടെന്ന് കണ്ണുരുട്ടി ചോദിക്കും, അപ്പോൾ ഭ്രാന്താണ്. അപ്പോൾ ജെയിൻ എയർ എന്നുള്ള ഫേമസ് നോവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷാർലറ്റ് ബ്രോണ്ടി എഴുതിയതാണ്. ജെയിൻ എയറിൽ ഇതുപോലെ 2 നായികമാരെ കാണാം. ജെയിനാണ് സെൻട്രൽ വുമൺ ക്യാരക്ടർ. അവൾ നല്ലതാണ്, ഒക്കെ നേരാവണ്ണം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഗവർണേഴ്സായി ചെല്ലും. അവിടെ ഒരു ലോർഡ് റോച്ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൊട്ടാരം പോലെയുള്ള വീടാണത്. അവിടെ ഒരു ദിവസം കണ്ടുപിടിക്കും അവിടെ മാഡ് വുമൺ ഇൻ ദി ആറ്റിക്. അവിടെ നിന്ന് ആറ്റിക്കിൽ തട്ടും പുറത്ത് ഒരു സ്ത്രീയെ തടവിലിട്ടിട്ടുണ്ട്, അതൊരു ഭ്രാന്തിയാണ്. അപ്പോൾ അവൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് റോച്ചെസ്റ്ററിൻ്റെ ആദ്യ ഭാര്യയാണ്. അപ്പോൾ അവളെല്ലാവരെയും ഇപ്പോൾ കിടക്കയ്ക്ക് തീയിടുക, റോച്ചെസ്റ്ററെ കൊല്ലാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭ്രാന്തിയായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ബെർത്ത മെയ്സൺ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അവൾ ജമൈക്ക എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ നിന്ന് വരിക. അപ്പോൾ ഒരു പോസ്റ്റ് കൊളോണിയൽ തീമും കൂടെ അതിൽ വരുന്നുണ്ട്. ദൂരെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇയാൾ വലിയ മഹാനാണെന്ന് വെപ്പ് ലോർഡ് റോച്ചെസ്റ്റർ, പക്ഷെ ഭാര്യയായിട്ട് ഒരിക്കലും ഒത്തുപോയില്ല. അവളെ ഭ്രാന്തിയായിട്ട് ആറ്റിക്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ജെയിൻ കണ്ടെത്തുന്നത്. ജെയിൻ അതിനെ റോച്ചെസ്റ്റർ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല, അവൾ പിന്നീട് അയാളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നതൊക്കെ. കഥയിൽ ഇവൾ ഭ്രാന്തിയാണ്. അപ്പോൾ ജെയിൻ ചോദ്യം ചെയ്യുന്നില്ല, അപ്പോൾ സമൂഹവും ചോദ്യം ചെയ്യില്ല, ഭ്രാന്തിയല്ലേ. പക്ഷെ ആ ഭ്രാന്തി ആരുടെ മനസ്സിൽ നിന്നാണ് വന്നത്? ജെയിൻ എയറിൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് വന്നത്. അവൾ മാറ്റി നിർത്തിയ കാര്യങ്ങൾ അവരൊരു ക്യാരക്ടറിൽ നിക്ഷേപിച്ച് സ്വതന്ത്രയായതാണ്. പേടി കാരണം ആ സ്ത്രീ അതേപടി ചിത്രീകരിച്ചാൽ സമൂഹം അവരെ കല്ലെറിയും. അതുകൊണ്ട് ആങ്സൈറ്റി ഭ്രാന്തിയുടെ രൂപത്തിൽ പുറത്തു വരികയാണ്. അതാണ് മാഡ് വുമൺ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. അതിൽ അവർ പറയുന്ന വേറൊരു കാര്യം, നോവലൊക്കെ പിന്നെ എഴുതാം. കാരണം നോവലിൽ നമുക്ക് കഥാപാത്രങ്ങളെ പിന്നിൽ മറഞ്ഞിരിക്കാം, നല്ല സൗകര്യം, ഇപ്പം തന്നെ മറഞ്ഞിരുന്ന പോലെ. ലിറിക് പോയറ്റ്സിൻ്റെ കാര്യമാണ് കഷ്ടം. സ്ത്രീകൾ ലിറിക് കവിതകൾ എഴുതുമ്പോൾ ലിറിക് പോയട്രീൻ്റെ പ്രത്യേകത സബ്ജക്റ്റീവാണ്. നമ്മളെ പേഴ്സണൽ ടോണാണ് ലിറിക്. ഭാവഗീതം എന്നല്ലേ മലയാളത്തിൽ പറയാം ലിറിക് പോയിട്രി. പേഴ്സണൽ, ഞാനെ തന്നെയാണ് നമ്മൾ അതിൽ, എൻ്റെ വികാരം എന്നുള്ള പോലെയാണ് നമ്മളതിനെ നമ്മളത് ആവണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് വായിക്കുന്നവർക്ക് തോന്നുക.
അതെഴുതാൻ അസാമാന്യ ധൈര്യം വേണം. കാരണം ഞാനായി തന്നെ ഞാൻ എഴുതാമെന്ന് പറഞ്ഞ കഥാപാത്രത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് എഴുതാൻ എളുപ്പമാണ്, കുറേയും കൂടി എളുപ്പമാണ്. ഞാനായി തന്നെ എഴുതാം. അപ്പം ലിറിക് പോയട്രി എഴുതാനാണ് സ്ത്രീകൾക്ക് ആദ്യകാലത്ത് ഏറ്റവും വിഷമം നേരിട്ടിരിക്കുക. എമിലി ഡിക്കിൻസിൻ്റെ ഉദാഹരണമൊക്കെ അവർ പറയുന്നുണ്ട്. അവർ അസാമാന്യ ധൈര്യം ഉണ്ടായിരിക്കണം, അല്ലാതെ അവർക്ക് അക്കാലത്ത് കവിത എഴുതാൻ പറ്റിയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ എഴുത്തിനെ പറ്റി മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രാജലക്ഷ്മിയുടെ ആത്മഹത്യ ഓർക്കാവുന്നതാണ്. എഴുത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരു ജീവിതമാണ്. രാജലക്ഷ്മി എന്തിനാണ് മരിച്ചത്? ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇനിയും എഴുതി പോകും, എഴുത്ത് മറ്റുള്ളവർ വായിച്ചാൽ അവർക്ക് വിഷമാവും, അതുകൊണ്ട് ഞാനില്ലാതാവാണ് നല്ലത്. അപ്പോൾ എഴുത്തിൽ അതാണ് ആ ആങ്സൈറ്റിയാണ്. ഞാൻ എഴുതിയാൽ ഈ ക്യാരക്ടർ അവരാണെന്ന് അവർക്ക് തോന്നും, ഈ മാൻ അയാളാണെന്ന് അയാൾക്ക് തോന്നും, അവരെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കണം, ഞാൻ എഴുതി പോകും, അതുകൊണ്ട് ഞാൻ മരിക്കാം. എഴുത്തിന് വേണ്ടി മരിച്ച അങ്ങനെയുള്ള ഒരു സ്ത്രീ വേറെ ലോകസാഹിത്യത്തിൽ എഴുത്തിൻ്റെ പേരിൽ അത് എഴുതി വെച്ച് മരിച്ച സ്ത്രീ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാജലക്ഷ്മിയെ പോലെ. ആത്മഹത്യകൾ നടന്നിട്ടുണ്ടാവും ഇഷ്ടം പോലെ, പക്ഷെ എഴുത്തിന് വേണ്ടി തന്നെ സാക്രിഫൈസ് ചെയ്തൊരു ജീവിതമാണ് രാജലക്ഷ്മിയുടെ. ചന്ദ്രമതിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ നിർത്താം. പിന്നെ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് നമ്മൾ ചെയ്ത കാര്യത്തെപ്പറ്റി, ഇന്ന് നമ്മൾ ചെയ്ത ഈ ഇതുണ്ടല്ലോ ഫെമിനിസ്റ്റ് റീഡിംഗ് ഉണ്ടല്ലോ, പുസ്തകങ്ങൾ ഫെമിനിസ്റ്റ്, അതിന് സിംറ്റമാറ്റിക് റീഡിംഗ് എന്നാണ് പറയുക. സിംറ്റമാറ്റിക് റീഡിംഗ് എന്ന് പറയുന്നത് അതായത് പുസ്തകങ്ങളെ ഫെമിനിസ്റ്റ് റീഡിംഗ് നടത്തുമ്പോൾ അതായത് അണ്ടർലൈങ് ഐഡിയോളജി, പേട്രിയാക്കൽ ഐഡിയോളജി നമ്മൾ പുറത്ത് കൊണ്ടുവരികയാണ്. അണ്ടർലൈങ് ആയിട്ടൊരു രോഗമുണ്ട്, പേട്രിയാക്കി എന്ന് പറഞ്ഞ രോഗമുണ്ട്. അതിൻ്റെ സിംറ്റം ഇങ്ങനെ സർഫസ് കണ്ട് നമ്മളത് വായിച്ചെടുത്ത് ആ രോഗത്തെ പുറത്ത് കൊണ്ട് സിംറ്റമാറ്റിക് റീഡിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെ ഹെർമന്യൂട്ടിക്സ് ഓഫ് സസ്പിഷൻ എന്നും വിളിക്കും. സസ്പിഷനാണ് ഈ കൃതിയിൽ മെയിൽ പുസ്തകങ്ങൾ, മെയിൽസ് എഴുതിയ പുസ്തകം വായിക്കും. ഇതിൽ വേറെ ഇയാൾ പറയാൻ മടിക്കുന്ന ചില കാര്യം ഇതിൻ്റെ ആഴത്തിൽ കിടക്കുന്നില്ലേ, അത് നമുക്കെതിരല്ലേ എന്നൊക്കെയുള്ള ഒരു ഹെർമന്യൂട്ടിക്സ് എന്ന ഇൻ്റർപ്രിട്ടേഷനെ അർത്ഥമുള്ളൂ. ഹെർമന്യൂട്ടിക്സ് HERMENEUTICS പണ്ട് കാലത്ത് ബൈബിളൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ഹെർമന്യൂട്ടിക്സ്. അപ്പോൾ ഫെമിനിസത്തിൻ്റേതും മാർക്സിസത്തിൻ്റേതും എവിടെയൊക്കെ നമ്മളൊരു ഐഡിയോളജി പുറത്തു കൊണ്ടുവരാൻ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ പേട്രിയാക്കൽ ഐഡിയോളജി പുസ്തകം വായിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനാണ് ഹെർമന്യൂട്ടിക്സ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറി മുഴുവൻ അധികം ഉണ്ടായി. ഇപ്പോൾ ഡീകൺസ്ട്രക്ഷനൊക്കെ ഇതാണ് നമ്മൾ വായിക്കുമ്പോൾ എപ്പോറിയ എന്നൊരു വാക്കുണ്ട്, ഡീകൺസ്ട്രക്ഷൻ, APORIA. അതായത് നമുക്കൊരു ഒരു നോവൽ വായിക്കുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈറ്റ് കിട്ടണം. ഒത്തിരി ആ കേട്ടൻ നീ അതിൻ്റെ അടിയിലുള്ള കാര്യം നമുക്ക് ഇപ്പോൾ കുമാരനാശാനൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉപഗുപ്തനെയൊക്കെ കുമാരനാശാൻ ഐഡിയലൈസ് ചെയ്ത പോലെ ഐഡിയലൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നളിനിയിലെ കാമുകനെ എനിക്ക് അങ്ങനെ ആക്സെപ്റ്റബിളായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ക്രിട്ടിക്കൽ ഇൻസൈറ്റ് കിട്ടും. അപ്പോൾ അതിലൂടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ വേറൊരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും, വേറൊരു ഐഡിയോളജി. ആ മൊമെൻ്റ് ഓഫ് ആ ഒരു ഫിഷർ ഗ്യാപ്പ് നമ്മൾ കാണുന്ന മൊമെൻ്റാണ് ഡീകൺസ്ട്രക്ഷനിൽ എപ്പോറിയ എന്ന് പറയും. എപ്പോറിയ. അപ്പോൾ നമ്മൾ ആഴത്തിലേക്ക് ഒരു ഡീപ്പ് റീഡിംഗ് ആണ്, ആഴത്തിലേക്ക് നോക്കി ചില കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹെർമന്യൂട്ടിക്സ് സസ്പിഷൻ. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല, എഴുത്തുകാരൻ കാണിക്കുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നില്ല. കൃതിയുടെ ആഴത്തിൽ അതിന് എഗൻസ്റ്റായിട്ട് പലതും ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് സാഹിത്യത്തിൽ, പോസ്റ്റ് ക്രിട്ടീക്ക്. നമ്മളിന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിനും എതിരായിട്ട് പോസ്റ്റ് ക്രിട്ടീക്ക്. എന്നാൽ ക്രിട്ടീക്ക് വേണ്ട, ഈ മാതിരി ആഴത്തിലേക്ക് നോക്കിയുള്ള ക്രിറ്റിസിസം വേണ്ട. സർഫസിലുള്ള സൗന്ദര്യങ്ങൾ, ഇമേജസ്, ഋതം, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ സൗന്ദര്യാത്മക വശം. പാവ ലിറ്ററേച്ചറിനെ എന്തിനാ ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്? ആഴത്തിലേക്ക് നോക്കി ടെക്സ്റ്റുകളെ നമ്മൾ എന്തിനാ പരിക്കേൽപ്പിക്കുന്നത്? ഒരു സർഫസ് റീഡിങ് മതി. പോസ്റ്റ് ക്രിട്ടിക്കിൻ്റെ ഒരു ഭാഗമാണ് സർഫസ് റീഡിങ്, ഓപ്പോസിറ്റ് ഓഫ് ഡീപ്പ് റീഡിങ്. നമ്മളിന്ന് ചെയ്ത മുഴുവൻ ഡീപ്പ് റീഡിംഗ് ആണ്. മറ്റത് സർഫസ് റീഡിങ് പോരെ, സാഹിത്യം ആസ്വദിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരു ഹെർമന്യൂട്ടിക്സ് ഓഫ് റെപ്പറേഷനാണ്, സസ്പിഷൻ അല്ല, റെപ്പറേഷൻ. റെപ്പറേഷൻ എന്നാൽ കോമ്പൻസേഷൻ.
പണ്ട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു കോമ്പൻസേഷനായിട്ട് സാഹിത്യത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും ആ സർഫസിലുള്ള അർത്ഥങ്ങളിലേക്കും നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ക്രിട്ടീക്ക് വേണ്ട, അതായത് ഐഡിയോളജി ഉപയോഗിച്ചുള്ള ഫെമിനിസ്റ്റ് ഐഡിയോളജി, മാർക്സിസ്റ്റ് ഐഡിയോളജി ഉപയോഗിച്ചുള്ള വായന വേണ്ട. ക്ഷീണിച്ചു ആൾക്കാർ, ഇങ്ങനെ വായിച്ച് അവർ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് പോസ്റ്റ് ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ചന്ദ്രമതിയുടെ ഈയിടെ ഞാനൊരു എസ്സേയിൽ വായിച്ചു. ചന്ദ്രമതി ഫെമിനിസത്തിനെ ഒരുപാട് ക്രിട്ടിക്കലായിട്ട് സമീപിക്കുന്ന ആളാണ്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരും മാർക്സിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതെടുക്കും ടെക്സ്റ്റിൽ നിന്ന്, ഫെമിനിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതെടുക്കും. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം ഇന്ന് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതായത് കൃതിയുടെ സമഗ്ര സൗന്ദര്യം പറയുന്ന ഒരു അവലോകനം കാണാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് ഈ സർഫസ് ക്രിട്ടിക്സും പറയുന്നത് കേട്ടോ. നിങ്ങൾ കുത്തി ഓരോന്ന് ചൂഴ്ന്നെടുത്ത് കൊണ്ടുവരുമ്പോൾ കൃതിയുടെ മറ്റ് ഗുണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അതിൽ ചെറിയൊരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ D.H. ലോറൻസിനെ വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതിൽ ആൻറ്റി വിമനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഫെമിനിസ്റ്റ് ഉള്ള കാര്യം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ നമ്മൾ വിട്ടുകളയുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സാഹിത്യം ആസ്വദിക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മൾ വായിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ചന്ദ്രമതി ചോദിച്ചതിൽ ആ ഒരു ചോദ്യത്തിന് ആ ഒരു പ്രസക്തിയുണ്ട്. ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. നയമി വൂൾഫ് ദ ബ്യൂട്ടി മിത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നയമി വൂൾഫ്, NAOMI വൂൾഫ്, WOLF. നയമി വൂൾഫ് ഒരു വലിയ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവർ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ട്രീ ഹൗസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. അത് പറയുന്നത് അവരൊരു ക്രിയേറ്റീവ് റൈറ്ററും കൂടെ ആയിരുന്നു, കവിത എഴുതാറുണ്ടായിരുന്നു. ഫെമിനിസത്തിലേക്ക് വന്ന് ഫെമിനിസ്റ്റ് തിയറി ഭയങ്കരമായിട്ട് പഠിച്ച് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയതോടെ എൻ്റെ കവിത ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് അവരെ തിരിച്ചു പിടിച്ചത് അച്ഛനൊരു വളരെ പോയിട്രി ലവിങ് ഒരു ലിറ്ററേച്ചർ പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാൾ അടുത്ത് പോയിട്ട് കുറച്ച് കാലം അച്ഛൻ്റെ കൂടെ കവിതയുടെ ലോകത്തിൽ മാത്രം ഇരുന്നിട്ടാണ് എന്നിലേക്ക് എൻ്റെ കവിത തിരിച്ചു വന്നത്. പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്. അപ്പോൾ ഈ വക പറച്ചില്ല, നിങ്ങളൊരു ക്രിയേറ്റീവ് റൈറ്ററും കൂടെ ആണെങ്കിൽ അല്ല മനുഷ്യനാണെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു ചെറിയ സത്യമുണ്ട്. നമ്മൾ കുറേ വശങ്ങൾ വിട്ടുകളഞ്ഞിട്ടാണ് ഈ സിംറ്റമാറ്റിക് റീഡിങ് നടത്തുന്നത്. അപ്പോൾ ആ വിട്ടുപോയ വശങ്ങൾ തിരിച്ചു പിടിക്കുക. അപ്പോൾ കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറയുന്നത്, ത്രോയിങ് ദ ബേബി അവേ വിത്ത് ദ ബാത്ത് വാട്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. കുളിച്ച വെള്ളത്തോടൊപ്പം കുട്ടീനെയും കളയുന്ന പോലെയുള്ള ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മനുഷ്യന് മറ്റ് ഡിസയേഴ്സ് ഉണ്ട്, വായനയിൽ നിന്ന് കിട്ടാൻ മറ്റ് കാര്യങ്ങളുണ്ട്, അത് ഈ കൃതിയിലുണ്ട്. എനിക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാൻ പാടില്ല. നമ്മളിൽ തന്നെ പലരും ഉണ്ടാവില്ല, കവി ഉണ്ടാവും, കഥാകാരി ഉണ്ടാവും, ഫെമിനിസ്റ്റ് ഉണ്ടാവും, വിമർശകൻ ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ട കടമ നമ്മൾക്ക് തന്നെയാണ്. ഒരു കൃതിക്ക് അതിന് സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ഒരു കൃതി വായിക്കപ്പെടണം എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. കാരണം നിങ്ങളിൽ ഏതോ കുറേ ഭാഗങ്ങളെ മരവിപ്പിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് റീഡിങ്ങോ മാർക്സിസ്റ്റ് റീഡിങ്ങോ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ആ റീഡിങ് ഇപ്പോൾ സർഫസ് റീഡിങ്ങുകാർ പറയുന്ന പോലെ അത് വേണ്ടാന്ന് പറയുന്നത് എന്താ അറിയോ, ഇപ്പോഴും എത്രമാത്രം കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനയും ആണ് ദാരിദ്ര്യം കൊണ്ടും ജെൻഡർ കൊണ്ടും സ്ത്രീകളും പുരുഷന്മാരും ലോകത്ത് അനുഭവിക്കുക. അപ്പോൾ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം വേണ്ട എന്നോ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം വേണ്ട എന്നോ അവർക്ക് ഇപ്പോഴും ദർ ഇസ് റീസൺ ഇനഫ് ഫോർ എക്സിസ്റ്റൻസ്. ലോകം നന്നായിട്ടില്ല. ഓരോ ഇൻഡിവിജ്വൽ വുമണും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവസാനത്തെ സ്ത്രീക്കും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഫെമിനിസം റെലവൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. ഫെമിനിസ്റ്റ് റീഡിംഗ് ഇസ് എ പൊളിറ്റിക്കൽ റീഡിംഗ്. ഫെമിനിസ്റ്റ് എഴുത്തും പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, രാഷ്ട്രീയമാണ്, അധികാരത്തെ ചോദ്യം ചെയ്യൽ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാലം കഴിഞ്ഞിട്ടൊന്നുമില്ല. സർഫസ് റീഡിംഗ് ഒരു എഡീഷണൽ റീഡിംഗ് ആയിട്ട് അവിടെ നിന്നോട്ടെ, പക്ഷേ ഫെമിനിസ്റ്റ് റീഡിംഗ് വേണ്ടെന്ന് പറയേണ്ട കാലം വന്നിട്ടേയില്ല. നമ്മളെ ഒന്നും ജീവിതകാലത്ത് അത് വരും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഇല്ലെങ്കിൽ പിന്നടക്കും, ബാക്ക്ലാഷ് വരും. ട്രംപൊക്കെ അതാണ് ചെയ്യുന്നത്. എബോർഷൻ ലോ ഒക്കെ മാറ്റി സ്ത്രീകൾ എത്ര സമരം ചെയ്ത് നേടിയ റൈറ്റാണെന്ന് അറിയാമോ? സ്വന്തം ശരീരത്തിന് മുകളിൽ അവകാശം. അതാണ് ഇപ്പോൾ എടുത്ത് ഒരൊറ്റ എക്സിക്യൂട്ടീവ് അപ്പോൾ ഒരൊറ്റ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അയാൾ ചരിത്രത്തെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ പറയുന്നത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഒരു കോംപ്ലക്സ് കാര്യമാണ്. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് അതിനെ വളച്ചൊടിച്ച് കളയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വായന നിങ്ങൾക്ക് എല്ലാ തരത്തിലും വായിക്കാം, സൗന്ദര്യം നോക്കി വായിക്കാം. അതുകൊണ്ട് പക്ഷേ രാഷ്ട്രീയം നോക്കിയുള്ള വായന പാടില്ല എന്ന് വെക്കരുത്. അതും നിങ്ങൾ നടത്തണം. അപ്പോൾ കൃതിയിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നിങ്ങൾ ആസ്വദിക്കണം.
അതേസമയം ക്രിട്ടിക്കൽ റീഡിങ്ങിന് കേപ്പബിളും. ഇല്ലെങ്കിൽ നമ്മളെ മനുഷ്യത്വം മരവിച്ചു പോകും. വെറും രാഷ്ട്രീയ വായന മാത്രമാണ് നമ്മൾ നടത്തുന്നത് വെച്ചാൽ നമ്മളെ പൂർണ്ണ മനുഷ്യരാവാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടായി. അതുപോലെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലും നയമി വൂൾഫ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് കാര്യം. വായന എഴുത്തെന്നൊക്കെ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല. പക്ഷേ എന്ത് തിയറി പഠിച്ചാലും ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, തിയറി പഠിച്ചിട്ട് ജീവിതം കുളമാക്കരുത്. തിയറി എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കാനും കൂടുതൽ അർത്ഥവത്താക്കാനും കൂടുതൽ ക്രിയേറ്റീവ് ആക്കാനുമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. എവിടെയൊക്കെ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മറന്നേക്കുക, അതിനെ കളഞ്ഞേക്കുക. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞാനൊരു ഫെമിനിസ്റ്റാണ്, എൻ്റെ തിയറി ഇതാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആത്മാർത്ഥത. അപ്പോൾ ജീവിതമാണ് ഏത് പുസ്തകത്തെക്കാളും മുമ്പിലുള്ളത്. എന്ത് തിയറി വായിച്ചാലും അതിനെ ജീവിതത്തിന് ഉപയുക്തമാക്കാൻ പറ്റുമോ നോക്കുക. ഉപയുക്തമായില്ലെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റാൻഡ് എടുക്കുക. തിയറി കൊണ്ട് ജീവിതം നന്നാവണം, ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്. അതും കൂടെ അങ്ങനെ ഒരു വാർണിങ്ങും കൂടെ തന്നിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? സംശയങ്ങളും ചോദ്യങ്ങളും. എനിക്ക് അറിയുന്ന ഞാൻ പറയാം, എല്ലാം അറിയുമോ എന്നറിയില്ല. അറിയുന്ന കാര്യങ്ങൾ